അഭിനയിച്ചിരിക്കുന്നതാണ് ഡിപ്രഷൻ, ഗിൽറ്റ്, കുറ്റബോധം. ഈ ഒരവസ്ഥയിലാണ് യുധിഷ്ഠിരൻ കൃഷ്ണന്റെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ ഈ കഥയൊക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ ഒരു കുറ്റബോധം ഉള്ള യുധിഷ്ഠിരന്റെ മനസ്സിനെ ആ ദുഃഖത്തിൽ നിന്ന്, ആ വിഷമത്തിൽ നിന്ന് കരകയറ്റാൻ സാക്ഷാൽ കൃഷ്ണൻ ഉപദേശിച്ചു എന്നാണ്. വ്യാസാദി ഈശ്വരേരാജ്ഞേ കൃഷ്ണേന പ്രബോധിത. സാക്ഷാൽ കൃഷ്ണൻ ഇദ്ദേഹത്തിന് ഉപദേശിച്ചു. ആരെ? യുധിഷ്ഠിരന്. വ്യാസഭഗവാൻ ഉപദേശിച്ചു. ഭാഗവതത്തിൽ പറയുന്ന വരികൾ നാ ബുദ്ധ്യത, അതൊന്നും ഉൾക്കൊള്ളാൻ യുധിഷ്ഠിരന്റെ മനസ്സിന് പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത്ര തീവ്രമായ ഒരു ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനെ അങ്ങോട്ട് ഇവരുടെ ഉപദേശപ്രകാരം ഉയർത്താൻ യുധിഷ്ഠിരന് പറ്റിയില്ല. അപ്പൊ നോക്കൂ, മനുഷ്യന്റെ മനസ്സിലൊരു ഗിൽറ്റ് കയറിക്കഴിഞ്ഞാൽ ആ ഗിൽറ്റിൽ നിന്നും പുറത്തു കടക്കൽ അത്ര എളുപ്പമല്ല. ഇത് നമ്മൾ വിചാരിക്കും വളരെ നിസ്സാരമായ കാര്യമാണ്. അതുകൊണ്ടാണ് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഈ ആത്മഹത്യ എന്ന് പറയുന്നതുണ്ടല്ലോ, പത്രത്തിലേക്ക് എഴുതും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷെ ആത്മഹത്യ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇരുട്ട് കാണുകയാണ്. ദുഃഖം, തീവ്ര ദുഃഖം, ദുഃഖത്തിന്റെ ദുഃഖം. അപ്പൊ അവർക്ക് തോന്നുകയാണ് മരണമാണ് സുഖമെന്ന്. കാരണം ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി. അപ്പൊ മരണത്തെ അവർക്ക് ഭയമില്ല. കാരണം അതിനും വലിയ വേദനയാണ് അവരനുഭവിക്കുന്നത്. അപ്പൊ മരണവേദന ഒരു വേദനയല്ല തോന്നുകയാണ്. അതുകൊണ്ട് അവർക്ക് നോക്കൂ, വണ്ടിയുടെ മുന്നിൽ ചാടുക, വളരെ കത്തിയെടുത്തൊക്കെ മുറിച്ച് രക്തം കളഞ്ഞ് അങ്ങനെയൊക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പെയിൻ അനുഭവിക്കണം. അപ്പൊ അതൊന്നും എന്താ മനസ്സിലാക്കേണ്ടത്? ആ പെയിനൊന്നും അവർക്കൊരു പെയിനേ അല്ല. കാരണം അതിലും വലിയൊരു മാനസിക വേദന അവർ അനുഭവിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, മരണത്തേക്കാൾ വലിയൊരു വേദന കടന്നു പോവാൻ, അതിലൂടെ മനസ്സിനെ കൊണ്ടുപോവാൻ നമ്മുടെ മനസ്സിനൊക്കെ സാധിക്കും. അപ്പൊ അതിനെ നിസ്സാരമായി കാണരുത് നമ്മൾ. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ അത് വളരെ കൂടി വരികയാണ്. കാരണം ഒരാളെ സ്നേഹിച്ചു, അന്ധമായി സ്നേഹിച്ചു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി ഇവിടെ അടുത്ത വഴിയാണ് ഒരു ന്യൂസ് ഞാൻ വായിച്ചത്. പ്രേമിച്ച് അവസാനം അവൾ വേറൊരു വഴി കണ്ടെത്തി. ഇവൻ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് അതിനെയും കത്തിച്ചു, അവനും ഇല്ലേ സൂയിസൈഡ്. അടുത്ത കാലത്ത് ഇതൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ് ചെയ്യുന്നത്. എന്താണ് അതിന് കാരണം? ഒരു നഷ്ടത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് അതുകൂടി ജീവിതം കംപ്ലീറ്റ് കഴിഞ്ഞ പോലെയാണ്. മതിൽ കെട്ടി ഒരു കോട്ടയിനുള്ളിൽ അടച്ച പോലെയാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടി വരികയാണ്. ആണോ? ഒരു പരാജയത്തെ, ഒരു നഷ്ടത്തെ, ഒരു വിഷമത്തെ ഉൾക്കൊള്ളാനുള്ള, അതിനെ മറികടക്കാനുള്ള മനസ്സിന്റെ ശക്തി ഇന്ന് വളരെ ഉറക്കെ പറയൂ നിങ്ങൾ, കുറവ് വരികയാണ്. മനുഷ്യന് സാധിക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ് വേദനകളിൽ നിന്നും മനസ്സിനെ ഉയർത്തേണ്ടത്? അപ്പൊ നോക്കൂ, ഈ വിഷയം ഈ കാലഘട്ടത്തിന് വേണ്ടതാണോ? പറയൂ. ഇപ്പൊ യുധിഷ്ഠിരൻ കടന്നുപോയ ഒരു വലിയ മാനസിക സംഘർഷം അല്ലെങ്കിൽ മാനസികമായ വേദന. അപ്പൊ യുധിഷ്ഠിരനെ മാറ്റി നിർത്തുക. യുധിഷ്ഠിരൻ അദ്ദേഹത്തിനുണ്ടായ ഗിൽറ്റ്, അത് പല കാരണത്താലാണ്. ഗുരുവിനെ കൊല്ലാൻ പാടില്ലായിരുന്നു, അത് ചതിച്ചുകൊണ്ടാണ് കൊല്ലുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരെയും കൊല്ലുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വേട്ടയാടുകയാണ്. ദുശാസനന്റെ മാറ് കീറുന്നു, ദുര്യോധനന്റെ തുടയടിച്ചു പൊട്ടിക്കുന്നു, അതുപോലെ കർണനെ കൊല്ലുന്നതൊക്കെ തെറ്റായ രീതിയിലാണ്. ഭീഷ്മരെ വീഴ്ത്തിയതൊന്നും കറക്റ്റല്ല. ധർമ്മയുദ്ധമാണ് പേരെങ്കിലും ചെയ്തതൊന്നും ധാർമ്മികമായിട്ടുള്ള രീതിയിലുള്ള യുദ്ധമൊന്നല്ല, ഒക്കെ അധർമ്മമായിരുന്നു. ആണോ? ഈ കുറ്റബോധം അദ്ദേഹത്തിനെ വേട്ടയാടുമ്പോൾ ആ വേദനയിൽ നിന്ന് പുറത്തു കിടക്കാൻ അദ്ദേഹം പറ്റാതെ വന്നപ്പോഴാണ് കൃഷ്ണന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് യുധിഷ്ഠിരൻ നിൽക്കുന്നത്. അപ്പൊ ഇവിടെയാണ് കൃഷ്ണൻ ആ യുധിഷ്ഠിരനെ ആദ്യം ഉപദേശിച്ചു, പക്ഷെ ഏൽക്കുന്നില്ല. പിന്നെ ഭഗവാൻ കാരുണ്യത്തോടുകൂടി കൊണ്ടുപോവാണ്. ആരുടെ? ഭീഷ്മരുടെ അടുത്തേക്ക്. എന്തിനാണ് ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്? അത് നമുക്കൊക്കെ ഉള്ളൊരു സന്ദേശമാണ്. ഭീഷ്മർ എന്ത് സന്ദേശമാണോ കൊടുക്കുന്നത് അത് നമുക്കും കൂടി വേണ്ടതാണ്. ഭീഷ്മരുടെ അടുത്തെത്തി. ഭീഷ്മർ ആദ്യം കരയുന്നു. ശരശയിൽ തലപോലും പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്, കണ്ണുനീര്. അപ്പം യുധിഷ്ഠിരന്റെ വിചാരം ഇദ്ദേഹം ശരീരത്തിന്റെ വേദന കൊണ്ടും ഞങ്ങൾ കാണിച്ച ചതി, വലിയ ചതിയാണ് ചെയ്തത്. കാരണം ഭീഷ്മരെ പോലുള്ള ഒരാളെ വീഴ്ത്താൻ നപുംസകമായ ആണും പെണ്ണും കെട്ട കഥ അറിയോ നിങ്ങൾക്ക്? ഈ ഭീഷ്മരെ വീഴ്ത്താൻ ഒരു അടവ് ഉപയോഗിച്ചു ഈ കൃഷ്ണൻ. മര്യാദയ്ക്ക് ഭീഷ്മരെ വീഴ്ത്താൻ പറ്റില്ല. ഭീഷ്മര് സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ ശിഖണ്ഡിയെ മുന്നിൽ കൊണ്ട് നിർത്തി. ശിഖണ്ഡിയെ കണ്ടതും ഭീഷ്മര് യൂട്ടേൺ അടിച്ച് തിരിഞ്ഞു തന്നു. ആ തിരിയലാണ് ഇവിടെ തുരുതുര അസ്ത്രമേത് അദ്ദേഹത്തിനെ ശരശയിൽ വീഴ്ത്തുന്നു. അതൊരു ചതിയായിരുന്നു വാസ്തവത്തിൽ. അദ്ദേഹത്തിനെ നേരിട്ടല്ല യുദ്ധത്തിൽ വീഴ്ത്തുന്നത്. ഈ കുറ്റബോധമൊക്കെ യുധിഷ്ഠിരന്റെ ഉള്ളിൽ കിടക്കുന്നു. ഒരുപക്ഷെ ഞങ്ങൾ ചെയ്ത ചതി കൊണ്ടായിരിക്കാം ഇദ്ദേഹം കരയണത്. അപ്പൊ ആദ്യം തന്നെ ഭീഷ്മർ പറയണ, യുധിഷ്ഠിര, ഞാൻ കരയുന്നത് നിങ്ങൾ ചെയ്ത പണി കൊണ്ടൊന്നല്ല, ഞാൻ കരയുന്നത് നിന്നെ ഓർത്തിട്ടാണ്. കാരണം നിന്നെപ്പോലെ ഭാഗ്യം ചെയ്തവൻ ആരുണ്ട്? പക്ഷെ നിന്നെപ്പോലെ ഭാഗ്യം കെട്ടവൻ ആരുണ്ട്? ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പറയാണ്, നിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ
നീ എത്ര ധർമ്മസുതോ രാജ, നീ ധർമ്മത്തിന്റെ മൂർത്തിയായിട്ട് വന്ന ആളാണ്, ധർമ്മസ്വരൂപമാണ്. ഇനി നിനക്കുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ നോക്കൂ, ഭീമസേനൻ, അർജുനൻ, ഇതൊക്കെ പോട്ടെ, സുഹൃത് കൃഷ്ണ എപ്പോഴും നിങ്ങളെ വഴി കാണിക്കാൻ ആരുണ്ട്? സുഹൃത് കൃഷ്ണ. എന്നിട്ടും തതോ വിപത്ത്, നിനക്ക് നിന്റെ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്നില്ലല്ലോ. ഇനി നിന്നെ ആർക്ക് രക്ഷിക്കാൻ പറ്റും? അത് ഓർത്തിട്ടാണ് ഞാൻ ദുഃഖിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം കേട്ടപ്പോഴേക്കും കൃഷ്ണനൊക്കെ ഇങ്ങനെ വളരെ അത്ഭുതത്തോടുകൂടി നോക്കുകയാണ് ആ ഭീഷ്മരെ. എന്നിട്ട് ഭീഷ്മർ പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ദുഃഖം എന്താണ്. നമ്മൾ ഇതൊക്കെ പഠിക്കണം. ഈ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ പൊതുവേ നമ്മളൊക്കെ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ ദുഃഖം എന്ന് പറയുന്നത് പൊതുവേ നമ്മളൊക്കെ പറയാ നഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വേദനകളാണ് എന്നൊക്കെയാണ് പലരും പറയുക. അതുകൊണ്ടാണ് എല്ലാവർക്കും അനുഭവങ്ങൾ പറയാനുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ദുഃഖം അതല്ല. ദുഃഖം എന്ന് പറയുന്നത് ദൗർബല്യമാണ്. ഇത് മറക്കരുത്. നമ്മൾ മനസ്സിന്റെ ദൗർബല്യമാണ് ദുഃഖം. പറയൂ, ഇതാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് കൃഷ്ണൻ ഗീതയിൽ ആ വാക്കെടുത്താണ് തുടങ്ങുന്നത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം രക്തോത്തിഷ്ട പരന്ധപ. ഹേ അർജുന, നീ തളർന്നതിന് കാരണം, നിന്റെ ദുഃഖത്തിന് കാരണം, നിന്റെ വിഷമത്തിന് കാരണം, വേദനയുടെ കാരണം മനസ്സിന്റെ ദൗർബല്യമാണ്. അപ്പൊ എന്താ മനസ്സിന്റെ ദൗർബല്യം എന്ന് പറയുന്നത്? മനസ്സിന്റെ ദൗർബല്യം എന്ന് പറയുന്നത് പലതിനോടും മനസ്സിന് ഒട്ടലുണ്ട്, നേരത്തെ പറഞ്ഞ മമതയുണ്ട്, ആസക്തിയുണ്ട്, പൊസസീവ്നെസ് ഉണ്ട്, ഓണർഷിപ്പ് ഉണ്ട്. അപ്പൊ നമുക്കൊക്കെ ബന്ധങ്ങളിലൊക്കെ ഉണ്ടത്. നമ്മുടെ വസ്തുക്കളോട്, എന്തിനേറെ ചെരുപ്പിന് പോലും ഉണ്ട്. ചെരുപ്പിനല്ല, ചെരുപ്പിനോട് പോലും. അത് കീറിയ ചെരുപ്പായാലും ഇനി പോകുമ്പോൾ നിങ്ങളുടെ ചെരുപ്പ് കാണാതിരുന്ന് നോക്കിക്കോളൂ. ചിലർക്ക് സങ്കടവും വിഷമമാണ് ഇല്ലേ? പണ്ടൊക്കെ ആയിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ഈ ചെരുപ്പ് വലിയ പ്രശ്നമായിരുന്നത്. കാരണം അന്നൊരു ഓർഡർ ഇല്ല, എവിടെയെങ്കിലും കഴിച്ചിട്ടുള്ള ആൾക്കാർ പോകും. ഇന്നിപ്പോൾ ഒരു ഓർഡറായി. എൻ്റെ ചെരുപ്പ് പലപ്പോഴും സപ്താഹത്തിന് വരുമ്പോൾ അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, സ്വാമി ഇനി പോവാതിരിക്കാൻ ഒരു വഴിയുണ്ട്, എൻ്റെ ചെരുപ്പ് പോയിട്ടില്ല എന്ന് വെച്ചാൽ. എങ്ങനെയാണ്? ഒരു ചെരുപ്പ് ഞാൻ കിഴക്കേ നടയിലും മറ്റേ ചെരുപ്പ് പടിഞ്ഞാറേ നടയിലും ഇത്രേ. അപ്പോൾ ആ രീതിയിലൊക്കെ എനിക്ക് പോവില്ലായിരിക്കാം. പക്ഷെ അത്ര ബുദ്ധി നമുക്കില്ലല്ലോ, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ ഈ ചെരുപ്പുകാരനെ ദുഃഖിക്കുന്നവരുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്താണെങ്കിൽ സ്വർണത്തിന്റെ ഒരു പൊടി പോയാൽ കഴിഞ്ഞില്ലേ കാര്യം. ഞാനത് പറയുമ്പോൾ തന്നെ ചിലത് തപ്പി നമുക്ക് പോയിട്ടുണ്ടോ എന്നും. കാരണം അത്ര തീവ്രമാണത്. ഇങ്ങനെ നമുക്ക് നഷ്ടങ്ങളോ കോട്ടങ്ങളോ പ്രയാസം പലതും നമ്മുടെ ജീവിതത്തിൽ വലിയ ദുഃഖം വരുത്തി വയ്ക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ നഷ്ടങ്ങളല്ല നമ്മുടെ ദുഃഖം. വാസ്തവത്തിൽ അത് മനസ്സിലാക്കുക. വലുതൊന്ന് നേടാനുണ്ട്, എനിക്ക് വലിയതൊന്ന് നേടാനുണ്ട്. വലുതൊന്ന് നേടാനുണ്ടെങ്കിൽ ഇതിനെ വിടാൻ നമുക്ക് യാതൊരു മടിയുമില്ല. ആ വലിയ നേട്ടത്തെ നിങ്ങൾക്ക് കാണാം. പലപ്പോഴും നമ്മുടെ ഭാരതത്തിൽ എല്ലാ സമ്പൽ സമൃദ്ധി ഉണ്ടായിട്ടും ഒരു ദിവസം അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വെറും ഒരു കാവ്യവസ്ത്രവും ധരിച്ചുകൊണ്ട് ഇറങ്ങുന്ന. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചു വരില്ല, ഗുജറാത്തിൽ 200 കോടി ആസ്തിയുള്ള ഒരു ഭാര്യയും ഭർത്താവും തന്റെ സ്വത്ത് മുഴുവൻ വിതരണം ചെയ്ത് വെറും കാവ്യവസ്ത്രധാരികളായി വീട്ടിൽ നിന്ന് ഇറങ്ങി. ആരെങ്കിലും കേട്ടുപഠിക്കാം ഭാഗവതം. ശ്രദ്ധയോടും ഭക്തിയോടും ഭാഗവത പാരായണം ചെയ്യാം. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിഃ. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് നമ്മുടെ സ്വന്തം TV. ഓർക്കുക, രാവിലെ 9 മണിക്ക്. പഞ്ചഭൂതാത്മകം ദേഹം. പഞ്ചഭൂതങ്ങളിൽ നിന്നും രൂപപ്പെട്ട ഈ ശരീരം പഞ്ചഭൂതത്തിലേക്ക് പോകും. അതാണ് ഭഗവാൻ നോക്കൂ 5000 വർഷം മുമ്പ് പറഞ്ഞു, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാനേവ തത്ര കാ പരിദേവന. ഇതെല്ലാം സൂക്ഷ്മമായ അവ്യക്തത്തിൽ നിന്നും വന്നു. അത് വ്യക്തമായി നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ടെങ്കിലും തിരിച്ചത് വീണ്ടും അവ്യക്തത്തിലേക്ക് പോകുന്ന ഏവം പ്രവർത്തിതം ചക്രം. ഇതൊരു ചക്രമാണ്. ഇത് ഇസ് എ വീൽ. ഈ സൈക്കിളിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സും വല്ലതും ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റുമോ? എനിക്ക് അത് ചെറുപ്പത്തിലേ പഠിക്കാനുണ്ട്. ഇനിയും എനിക്ക് ഉയരാനുണ്ട്, നേടാനുണ്ട്. ഞാൻ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് എത്തിച്ചേരണം. പാട്ടൊക്കെ നമ്മൾ പാടും, എവിടെ നിന്ന് വന്നു നീ, എവിടേക്ക് പോകുന്നു, വിളക്കു മരമേ വിളക്കു മരമേ, കല്ലെറിയില്ലേ, ഇതൊക്കെ നമ്മൾ പാടും. എന്ത് വിളക്കു മരം അല്ലേ? അതിനാണ് ചെറുപ്പത്തിൽ ഇത്തരം സത്സംഗങ്ങൾ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമജീവ വിദിത്ര കസ്യ ത്വം കഹ കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത. ആരാണ് നിന്റെ ബന്ധുക്കള്? ആരാണ് എന്താണ് നിന്റെ സമ്പത്ത്? നീ എവിടെ നിന്ന് വന്നു?
ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ തത്വമൊന്നും മനസ്സിലാക്കൂ. അപ്പൊ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് സാന്ദ്രാനന്ദാവബോധത്തിൽ നിന്നാണ്, പരമമായ ഒരു ആനന്ദബോധത്തിൽ നിന്നാണ്. കാരണം പൂർണ്ണതയിൽ നിന്നും വന്ന നാം തിരിച്ച് പൂർണ്ണതയിലേക്ക് എത്താനാണ് വന്നിരിക്കുന്നത്. ഭഗവാനിൽ നിന്നും വന്നിരിക്കുന്ന നാം തിരിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരീരം പ്രകൃതിയിലേക്ക് പോകും, എൻ്റെ മനസ്സ് പൂർണ്ണതയിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരണം. ബാക്കിയുള്ളതെല്ലാം ഇപ്പോഴുണ്ട്, അടുത്ത നിമിഷം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതെല്ലാം വന്ന് നിന്ന് മറയുന്ന കാഴ്ചകൾ മാത്രമാണ്. ചെറുപ്പത്തിലെ ഇത്തരം ഒരു ബോധമുണ്ടെങ്കിൽ ഇവിടെയുള്ള വല്ല നഷ്ടത്തിലും കുരുങ്ങി കരയേണ്ട കാര്യമുണ്ടോ? ഭഗവാനാണ് നേടേണ്ടത്, അല്ലെങ്കിൽ ഭഗവാനിലേക്കാണ് എത്തേണ്ടത്, ഭഗവാനാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം. പക്ഷെ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത് തൻ്റെ മനസ്സിനെ ഉണർത്തുന്ന പൂർണ്ണ ബോധമാണ് എന്നൊക്കെ നമ്മളൊന്ന് ശാസ്ത്രത്തിലൂടെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കണം. അപ്പൊ അതിനൊക്കെ ഒരു ജിജ്ഞാസ നമ്മുടെ ഉള്ളിലുണ്ടാവാൻ, അതിനാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, നീ വിഷ്ണു സഹസ്രനാമം ചൊല്ലൂ. ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ഇത്, വിഷ്ണു സഹസ്രനാമം. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ഈ ഗുരുവായൂരമ്പലത്തിലൊക്കെ ആളുകൾ ഇഷ്ടം മാതിരി വരാറുണ്ട്. രാവിലെ ഒരു കൃത്യം സമയം വെച്ചാൽ ആ സമയത്ത് എല്ലാവരും ഒന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ഒരു കാലഘട്ടമൊക്കെ എന്നാ ഇവിടെ വരിക എന്നറിയില്ല. ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രം കുറച്ച് നാരായണ ജപണ്ടെന്ന്, പുറത്ത് വന്ന ഒക്കെ മാറി. ഞാനിപ്പോഴും ചെയർമാനോട് അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നെങ്കിലും ഇതൊരു നാമജപത്തിൻ്റെ നാടാക്കി മാറ്റാൻ എന്തെങ്കിലും നമുക്ക് പറ്റുമെന്ന്. അപ്പോൾ ഒരു കാലം വരണം ഇവിടെ ചുറ്റും നാമജപത്തിൻ്റെ ഒരു മുഴക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. കാരണം ഭഗവാൻ തന്നെ പറഞ്ഞിട്ട് കലിയുഗത്തിൽ ഏറ്റവും വലിയ യജ്ഞം എന്ന് പറയുന്നത് യജ്ഞാനം ജപയജ്ഞോസ്മി. ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിലെ 25-ാം ശ്ലോകമാണ് തോന്നുന്നു. യജ്ഞാനം ജപയജ്ഞോസ്മി. ഭാഗവതം ഉപസംഹരിപ്പിക്കുന്നത് തന്നെ വേദവ്യാസ മഹർഷി കൺക്ലൂഡ് ചെയ്യുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനത്തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനത്തെ കുറിച്ചാണ്. അതിലേക്ക് പിന്നെ അമ്പലം മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ നാമജപത്തിന് പ്രാധാന്യം, അതാണ് വിഷ്ണു സഹസ്രനാമം. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മനുഷ്യന് നേരത്തെ പറഞ്ഞു 2 ശരീരമാണ്, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. ഈ സൂക്ഷ്മ ശരീരം എന്ന മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകളും വികാരങ്ങളും അത് സ്ഥൂല ശരീരത്തിന് പല രോഗങ്ങളും ഉണ്ടാക്കും. അതായത് മനസ്സിന്റെ ചിന്തകൾക്കനുസരിച്ചുള്ള കെമിക്കൽസ് നമ്മുടെ ബോഡിയിലേക്ക് ബ്രെയിൻ എപ്പോഴും സപ്ലൈ ചെയ്യും. അപ്പം പലപ്പോഴും BP അബ്നോർമൽ ആകുന്നതും പലപ്പോഴും നമ്മുടെ ഷുഗർ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് കാരണം നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന തോട്ട്സുകൾ അത് വളരെ ഡിപ്രഷനുള്ള, ടെൻഷനുള്ള, സ്ട്രെസ്സുള്ള തോട്ട്സുകൾ വന്നാൽ അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് കുറെ അനാവശ്യമായ കെമിക്കൽസ് എല്ലാം കൊടുത്ത് അതിന്റെ പ്രവർത്തനത്തെ അത് താളം തെറ്റിക്കും. അതുകൊണ്ട് മനസ്സിന്റെ രോഗം മാറാതെ ശരീരത്തിന്റെ രോഗം മാറ്റാൻ പറ്റില്ല. മനസ്സിന്റെ രോഗമാണ് ആദി, ശരീരത്തിന്റെ രോഗമാണ് പറയൂ വ്യാധി. അപ്പൊ ശരീരത്തിന്റെ രോഗം മാറണമെങ്കിൽ ആദ്യം കാരണം മാറിയാലേ കാര്യത്തെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കൂ, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഗ്യാസ് അടുപ്പ്, അതിൽ പാത്രം വെച്ചു, പാല് തിളയ്ക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളച്ച പാൽ അങ്ങനെ തന്നെ എടുത്തു വെച്ച്, ചിലപ്പം പലപ്പോഴും നിങ്ങളൊക്കെ ചെയ്യുന്ന അബദ്ധമാണത്. തിളച്ച പാൽ അങ്ങനെ തന്നെ പെട്ടെന്ന് എടുത്തു വെക്കുമ്പം എന്ത് സംഭവിക്കും? ആ വെപ്രാളത്തിൽ പാല് തിളച്ചു പോയത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വീഴും. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ബുദ്ധി വരണം, ഏത് ഗ്യാസ് ഓഫ് ചെയ്ത് കെടുത്തിയാൽ ആ പാലിന്റെ തിളയ്ക്കൽ നിൽക്കും. അത് പലപ്പോഴും കാരണം പാലെങ്ങാനും മിൽമ പാലിന്റെ വില, ദൈവമേ, ആ പാലിന്റെ വില ഓർത്തിട്ട് നമ്മൾ ഗ്യാസിന്റെ വില മറന്ന് എന്ത് ചെയ്യും? എന്താ ഒന്നും മിണ്ടാത്തത്? സാരിക്ക് എവിടെയെങ്കിലും തീ പിടിച്ചു, ആ സാരിയുടെ വില ഓർത്ത് അല്ലെങ്കിൽ നമ്മുടെ വില ഓർത്ത് ജീവനും കൊണ്ട് ഓടുകയാണ്. പിന്നെന്താ സംഭവിക്കുക? നമ്മുടെ സിനിമാ നടി എങ്ങനെയാ പോയത്? പാവം സാരിക്ക് തീ പിടിച്ചിട്ട് പാവം അവർ ഓടുന്ന സമയത്ത് ഇത് വല്ല നൈലോൺ അങ്ങനെയുള്ള പോളിസ്റ്റർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആളി കത്തിയിട്ടുണ്ടാവും. എന്നാൽ ആ സമയത്ത് തോന്നില്ല, എന്ത് തോന്നും? അവിടെ കിടന്നൊന്ന് ഉരുണ്ടാ മതി, അപ്പൊ അത് കിടന്നു. ആ ബുദ്ധി തോന്നണ്ടേ തന്നെ? അത് തോന്നില്ല. കാരണം നമ്മുടെ വിചാരം ഓടിയാലാണ് നമ്മൾ രക്ഷപ്പെടുക എന്നാണ്. പക്ഷെ ഓടുമ്പോൾ നമ്മൾ മരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വെന്തുരുകയാണെന്നുള്ള അറിയുന്നില്ല. മനസ്സിലായില്ല? ആ വെപ്രാളത്തിൽ വേണ്ടതൊന്നും തോന്നില്ല. ഇതുപോലെ ഇവിടെ ആദി പരിഹരിക്കാതെ വ്യാധി പരിഹരിക്കാൻ നെട്ടോട്ടം ഓടിയിട്ട് കാര്യമില്ല. ഇന്നിപ്പോ ഹോസ്പിറ്റലിലേക്കൊക്കെ ആളുകൾ ഓടുകയാണ്. ഏത് മാറ്റുന്നില്ല? ആദിയെ മാറ്റണം. അപ്പൊ ആദി മാറ്റാൻ എന്താ വഴി? അതിനാണ് വിഷ്ണു സഹസ്രനാമം. ചരകൻ എന്ന് പറയുന്ന ഋഷി, അദ്ദേഹം ആണ് ആദ്യത്തെ ഒരു മെഡിക്കൽ ബുക്ക് ഇറക്കിയത്. അതിന് പറയുന്നത് ചരക സംഹിത. പിന്നീടാണ് പാശ്ചാത്യ ഇംഗ്ലീഷ് മെഡിസിനും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത്. പക്ഷെ ലോകത്തിലെ ആദ്യത്തെ മെഡിക്കൽ ബുക്കാണ് ഏത്? ചരക സംഹിത. ആദ്യത്തെ സർജൻ എന്ന് പറയുന്ന ആളാണ് ശുശ്രുതൻ എന്ന് പറയുന്ന ആൾ. അടുത്ത കാലത്ത് മെഡിക്കൽ ബോർഡിന്റെ ചിഹ്നങ്ങളൊക്കെ മാറ്റിയപ്പോൾ കുറച്ച് കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. കാരണം പാശ്ചാത്യരുടെയാണ് എല്ലാം എന്നുള്ള ഒരു ധാരണ ഇവിടുത്തെ കുറെ കാലമായി ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചു. ഭാരതത്തിൻ്റെതൊന്നും അവർക്കൊരു
അഭിമാനമുണ്ടായിരുന്നില്ല. പക്ഷെ ഗവൺമെന്റ് പോയി പണി നോക്കാൻ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് നരേന്ദ്രമോദിജിയുടെ ആ കാര്യത്തിൽ വളരെ ബഹുമാനമുണ്ട്. അത് BJP എന്നുള്ള രീതിയിലല്ല, അദ്ദേഹം BJP എന്തോന്നല്ല, ഭാരത സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ, അതിപ്പോ നമുക്ക് രാമക്ഷേത്രം, അതൊരു അത്ഭുതം തന്നെയാണ്. സത്യത്തിൽ അതൊന്ന് പോയി കാണണം, ഒരു മഹാത്ഭുതം തന്നെയാണ്. ഞാനതിന്റെ ഉദ്ഘാടന സമയത്ത് അവിടെ ഉണ്ടായ സമയത്ത് എനിക്ക് പോലും ഒരു ബഹുമാനം. എന്താ വെച്ചാൽ ഞാൻ കണ്ടുകൊണ്ട് കണ്ട കാഴ്ചയാണ്. അന്ന് ജനുവരിയാണ്, നല്ല തണുപ്പാണ്, സൂര്യൻ ഉദിക്കാത്ത സമയമാണ്. പക്ഷെ ഒരു 11:25, 30 ആകുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചുയരുകയാണ്. ആ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് കത്തിജ്വലിക്കുന്ന സൂര്യൻ. ഞങ്ങളൊക്കെ എല്ലാവരും സ്വെറ്റർ ഊരിയിടേണ്ടി വന്നു. സ്വെറ്ററിന്റെ മുകളിൽ മറ്റേ 2-3 സാധനം ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. കാരണം അത്രയും തണുപ്പായിരുന്നു. എല്ലാം ഊരിയിട്ട് അവിടെ ഇരിക്കേണ്ട അവസ്ഥ വന്നു. ഇതെങ്ങനെ സംഭവിക്കണോ എന്നറിയില്ല. പക്ഷെ അന്നത് പ്രത്യക്ഷമായി കാണാൻ സാധിക്കണം. പ്രകൃതി പോലും നിങ്ങൾക്കറിയാം എത്ര സെക്യൂരിറ്റിയാണ്, ഹൈ സെക്യൂരിറ്റി. 10,000 ആളുകൾ ഇരിക്കുന്ന, പാക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് വാനരക്കൂട്ടങ്ങൾ പേടിയില്ലാതെ വരികയാണ്. ആ പ്രതിഷ്ഠ നടക്കുമ്പോൾ അതങ്ങനെ അമ്പലത്തിലേക്ക് അങ്ങനെ കയറി എന്തിനാ അവരൊക്കെ വരുന്നു? ഇത്രയും സെക്യൂരിറ്റിയിൽ ഭയം. പോലീസുകാരൊക്കെ ഓടിക്കുന്ന സ്ഥലത്ത് ഒരു പേടിയില്ല. അതിന്റെ ഒരു വൈബ്രേഷൻ പറയുകയാണെങ്കിൽ ഒരു 9:30 മണിക്ക് ആളുകൾ അവിടെ ഇരുന്ന് 4 മണിക്കാണ് ആ ഫംഗ്ഷൻ തീരുന്നത്. വലിയ VIP കളായിട്ടുള്ള ആൾക്കാർ പോലും, ഇപ്പം നമുക്കറിയാം അമിതാഭ് ബച്ചനെ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ രജനീകാന്തിനെ പോലുള്ള സിനിമ, അതുപോലെ ആചാര്യന്മാർ, വലിയ പ്രായമുള്ളവരുണ്ട്, വളരെ പ്രായമുള്ളവർ. അവർക്കൊക്കെ ബാത്റൂമിൽ പോകണ്ടേ? എത്ര മണിക്കൂർ? 9 മണി മുതൽ 4 മണി വരെ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതെ. പക്ഷെ ആരും ഇളകാതെ അവിടെ ഇരിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു ചൈതന്യം ഇല്ലാതെ ഇരിക്കും ആളുകൾ. എന്തോന്നും മിണ്ടാത്തത് നിങ്ങൾ? ആർക്കും അവിടെ നിന്ന് പോകണം തോന്നില്ല. ആർക്കും പോകണം തോന്നില്ല. എല്ലാവരും ഏതോ ഒരു മാസ്മരിക ലോകത്തിലെന്ന പോലെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. 4 മണിക്ക് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങാൻ. മനസ്സിലാവുണ്ടോ? എന്തെങ്കിലും ഒരു ശക്തി ഇല്ലാതെ ആളുകൾ അവിടെ ഇരിക്കുമോ? അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഇതൊന്നും നമ്മൾ മറക്കരുത്, ഭാരതത്തിന്റെ ഒരു അത്ഭുതകരമായ ശക്തി, ചൈതന്യം. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ. വേണോ വേണ്ടയോ? കൊണ്ടുവരണം. ആരെതിർത്താലും, ഈ കേരളത്തിൽ അനാവശ്യമായിട്ട് അതിനെ എതിർക്കുകയാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആരെതിർത്തോ അവരുടെ അസ്തിത്വം ഇല്ലാതെയാവും. ഈ സംസ്കൃതി ഇവിടെ നിലനിൽക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിവിടെ നിലനിൽക്കുകയും ചെയ്യും. അതൊരു പരമസത്യമാണത്. അത് നിങ്ങളുടെ കയ്യടിക്കേക്ക് വേണ്ടിയിട്ട് പറയില്ല, ഉള്ള യാഥാർത്ഥ്യം പറയണം. കാരണം ഇതെത്ര നോക്കൂ, ഈ ഭാഗവതത്തെ നോക്കൂ, ചിരപുരാതനം, എന്നിട്ടും ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് അന്ന് ഋഷി എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ആദി മാറ്റാതെ വ്യാധി മാറ്റാമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ആദി മാറ്റാൻ എന്താ വേണ്ടത്? ചരകൻ പറയാണ്, ചരക ഋഷി എല്ലാ മരുന്നുകളും മറ്റും രോഗങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ചരക സംഹിതയുടെ മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമേന സർവാൻ രോഗാൻ വ്യപോഹതി എന്നാണ്. വിഷ്ണു സഹസ്രനാമം കൊണ്ട് ഈ രോഗങ്ങളെ മാറ്റാം. ഇനി ഗാന്ധിജി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നമുക്കത് പരിചയമില്ല. ഗാന്ധിജിയുടെ പുസ്തകമാണ് രാമനാമ ഇസ് ദ ഇൻഫാലിബിൾ ക്യൂർ ഫോർ മൈ ഡിസീസ് എന്നാണ്. എന്റെ പല രോഗങ്ങൾക്ക് ആ പുസ്തകം തന്നെ പ്രിന്റ് ഔട്ടാണ്. ആ പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. എനിക്ക് തന്നെ ഗാന്ധിജിയുടെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആചാര്യ വിനോബാവെ, അദ്ദേഹത്തിന്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ പുസ്തകം ഇങ്ങനെ കാണിച്ചത്. ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് സ്വാമി, കാണണം, രാമനാമ ഇസ് ദ ഇൻഫാലിബിൾ ക്യൂർ ഫോർ മൈ ഡിസീസ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയക്കാർ പിന്നെ ഉണ്ടാവില്ല. മനസ്സിലായില്ല? കാരണം അവർക്ക് ഗാന്ധിജി എന്ന് പറഞ്ഞാൽ രഘുപതി രാഘവ രാജാറാവ് അതിൽ ഒതുങ്ങി കിടക്കുകയാണ്. മനസ്സിലായില്ല? അതിനപ്പുറത്ത് ഗാന്ധിജി അവർ പരിചയപ്പെടുത്തുന്നില്ല. ഗീതയ്ക്ക് കമന്ററി എഴുതിയ ആളാണ് ആര്? വായും പൊളിച്ചിരിക്കണം നിങ്ങൾ. കാരണം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഗീതയ്ക്ക് കമന്ററി എഴുതിയ പൊളിറ്റീഷ്യനാണ് ആര്? ഗാന്ധിജി. ആർക്കെങ്കിലും അറിയോ ഗാന്ധിജി എഴുതിയ അദ്ദേഹത്തിന്റെ ഗീതയുടെ വ്യാഖ്യാനത്തിന്റെ പേര്? അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? അനാസക്തി യോഗം, അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഗാന്ധിജി. അനാസക്തി യോഗം ഗാന്ധിജി എഴുതിയതാണ്. ആര് നമുക്ക് പറഞ്ഞു തന്നിട്ട്? ആര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്? ജയിലിൽ കടന്നിട്ട് അവർ ഡിസ്കസ് ചെയ്തൊക്കെ ഗീതയെക്കുറിച്ചാണ്. ജയിലിൽ ഗാന്ധിജി കിടന്നപ്പോൾ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഭഗവത്ഗീതയെക്കുറിച്ചാണ്, വേറൊന്നല്ല. ഈ ഗാന്ധിജിയുടെ ഡെയിലി പ്രാർത്ഥനയിൽ സ്ഥിതപ്രജ്ഞ യോഗം അദ്ദേഹം വായിക്കുമായിരുന്നു. അപ്പൊ പ്രാർത്ഥന വിട്ടുകൊണ്ടുള്ള ഒരു ഗാന്ധിജിയില്ലേ, ഡെയിലി അദ്ദേഹം ആ സ്ഥിതപ്രജ്ഞ യോഗം വായിക്കും. ഇതൊക്കെ ആര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? എവിടെ പറഞ്ഞു തന്നിട്ട്? ഈശാവാസ്യപനിഷത്ത്, ഗാന്ധിജിയുടെ ഡെയിലി പ്രാർത്ഥനയുള്ള മന്ത്രമാണത്. നിൽക്കട്ടെ. അപ്പൊ ഇവിടെ വിഷ്ണു സഹസ്രനാമേന സർവാൻ രോഗാൻ വ്യപോഹ്യതി, ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ മഹത്വം ഇവിടെ പറയണം. അപ്പം ഡെയിലി എന്ത് ചൊല്ലണം? വിഷ്ണു സഹസ്രനാമം. നമ്മളുണ്ടല്ലോ ഈ വിഷ്ണു സഹസ്രനാമം പ്രചരിപ്പിക്കണം. അതിന്റെ ഉച്ചാരണം, സത്യത്തിൽ അത് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ സംസ്കൃതത്തിൽ നമുക്കറിയാം അക്ഷരങ്ങൾ വരുന്നത് കണ്ഠം, താലവ്യം, നാക്ക്, ദന്ത്യം, പല്ല്, അതുപോലെ തന്നെ നാസിക, മൂക്ക്, അങ്ങനെ ഓരോ ശരീരത്തിന്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രെസ്, അവിടെ നിന്നുണ്ടാകുന്ന ഒരു ശബ്ദങ്ങളാണ് നമ്മൾ അക്ഷരങ്ങളായിട്ട് കേൾക്കുന്നത്, മുഴകി കേൾക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒരു സ്ട്രെസ് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ആ വെയിൻസിന് കൊടുക്കുന്ന ഒരു പഞ്ചി. നമ്മളുണ്ടല്ലോ ഇന്ന് അക്യുപ്രഷർ ട്രീറ്റ്മെന്റ് ഇതൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ തലച്ചോറിലേക്കുള്ള എല്ലാ വെയിൻസിനും കൊടുക്കുന്ന ഒരു പ്രഷർ. സത്യം പറഞ്ഞാൽ സ്ട്രോക്ക്, പല രോഗങ്ങൾക്കും, അതുപോലെ തന്നെ
പല ആളുകൾക്കും പാർക്കിൻസൺ തുടങ്ങിയുള്ള രോഗങ്ങളൊക്കെ വരുന്നില്ലേ? ഇതൊക്കെ മാറ്റാൻ ഈ വിഷ്ണു സഹസ്രനാമം അങ്ങനെ സ്വരിച്ചുകൊണ്ട് ജപിക്കുമ്പോൾ സാധ്യമാവും. അതുകൊണ്ട് വെറുതെ മനസ്സിൽ വായിച്ചിട്ട് കാര്യമില്ല, ഇതിനെ ആ ഉച്ചാരണത്തിൽ തന്നെ വായിക്കണം. ആ വേദങ്ങളൊക്കെ ചൊല്ലുമ്പോണ്ടോ അതിനൊരു സ്വരം ഉണ്ടോ? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം നമ്മൾ ചൊല്ലുന്ന ഉദാഹരണത്തിന് ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യഭവൽ പ്രഭു ഭൂതഗത് ഭൂതഭദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാച്ച. അപ്പൊ ഈ നടക്കുന്നൊരു എക്സസൈസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിൽ ഈ എനർജി, സൗണ്ട് എനർജിയാണ്, ഇതൊരു വൈബ്രേഷനാണ്. ഈ വൈബ്രേഷൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് കടന്ന് നമ്മുടെ ശരീരത്തിൽ 74,000 നാഡികളിൽ ആ വൈബ്രേഷൻ ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. അത് നമ്മുടെ ഹോൾ ഇന്റേണൽ സിസ്റ്റത്തെ തന്നെ എനർജറ്റിക് ആക്കും. അതൊക്കെയാണ് പഴയ ആളുകൾ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലി 100-200 വർഷങ്ങളൊക്കെ അവർ സർവൈവ് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ കുട്ടികളോട് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറഞ്ഞാൽ നിങ്ങൾ പലരും ചൊല്ലുന്നുണ്ടാവും. പലരും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവരാണ്. എങ്ങനെ അറിയാം? ആർക്ക് വേണ്ടി ചൊല്ലുന്ന, അല്ല ചൊല്ലാതിരിക്കുക നല്ലത്. അങ്ങനെ ചൊല്ലിയിട്ട് വലിയ ഒരു കാര്യമില്ല. വെറുതെ ഇങ്ങനെ മൂക്കൊണ്ട് ഇങ്ങനെ തത്തം പറയുന്നത് അർത്ഥം, അതിലർത്ഥമില്ല. അത് നമ്മൾ ഉറക്കെ ചൊല്ലി ശീലിക്കണം. അതാണ് ഈ സപ്താഹങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴൊരു ഗുണം. അവിടെ എല്ലാവരും ഒരുമിച്ച് ആ നാമം ജപിക്കുമ്പോണ്ടാകുന്ന ഒരു വൈബ്രേഷൻ, അത് നമ്മുടെ സോൾ സിസ്റ്റത്തിന് ഇതൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇതൊരു വലിയ സൈക്കോ തെറാപ്പീസ് ട്രീറ്റ്മെന്റ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ന്യൂറോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, ഒരു സൗണ്ട് ട്രീറ്റ്മെന്റ് ആണിത്. ഇതൊക്കെ സത്യത്തിൽ നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ വീട്ടിലിരുന്നിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലും, ഓ എന്റെ മക്കളൊക്കെ നന്നായി ചൊല്ലും സ്വാമി, എങ്ങനെ വിശ്വവിശ്വകാര് ഇങ്ങനെ ചൊല്ലിയിട്ട് ആർക്കെന്ത് കാര്യം? അതിന് നല്ല പല തത്തമ്മയെ വെച്ചുകൊണ്ട് ചൊല്ലിക്കുക എന്നുള്ളത്, അത് പിന്നെയും മര്യാദയ്ക്ക് ചൊല്ലിയെന്ന് വരും. അതുകൊണ്ട് ഈ തരത്തിൽ നമ്മുടെ ഹിന്ദുക്കൾക്ക് വാസ്തവത്തിൽ ഒരു ഗൈഡൻസ് ഇല്ല. എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവത്തിൽ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുകയാണ്. ആണോ? പറയൂ നിങ്ങൾ. ഉറക്ക ചൊല്ലി അത് ചിലർക്കുണ്ടല്ലോ, ഉറക്ക ചൊല്ലുന്നത് തന്നെ ഒരു വലിയ വിഷമാണത്. അതൊരു താളത്തിലും രാഗത്തിലും നമ്മൾ നോക്കൂ. നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കവിതാരൂപത്തിലാണ് എഴുതി വെച്ചത്, അല്ലേ? രാമായണം ഒരു പ്രോസ് രൂപത്തിലല്ല, വാത്മീകി എഴുതി വെച്ചതും കവിതാരൂപത്തിലാണ്, അനുഷ്ഠുപ്തത്തിലാണ്. ആണോ? എഴുത്തച്ഛനും കവിതാരൂപത്തിലാണ് എഴുതി വെച്ചത്. ആണോ? ഈ കവിത ചൊല്ലുമ്പോൾ എന്തായാലും പ്രോസ് പോലെ വായിക്കാനുള്ളതല്ലല്ലോ. ശ്ലോകങ്ങൾ ഒരിക്കലും പ്രോസ് പോലെ വായിക്കാനാണോ തന്നിരിക്കുന്നത്? അതിൻ്റെതായിട്ടുള്ള ഒരു ശബ്ദ ഇതുണ്ടാവില്ലോ, ഒരു താളം ഉണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും സിനിമാ പാട്ട് നിങ്ങൾ പ്രോസ് പോലെ ഒന്ന് പാടുമോ? നാട്ടുകാരെ കൈവയ്ക്കും നിങ്ങളെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സംഗീത മാധുര്യം, രാഗങ്ങൾ, അല്ലേ, ഭാവങ്ങൾ, അത് വേണം. അപ്പോഴാണ് അത് ഭംഗിയാവുന്നത്. നിങ്ങൾക്കറിയില്ലേ, സംഗീതം കൊണ്ട് ഹീലിംഗ്, മ്യൂസിക് ഹീലിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് ഈ സംഗീതം വളരെ സ്വാധീനിക്കുമെന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അമിനോട്ടിക് ഫ്ലൂയിഡിലൂടെ കുട്ടി ഈ സൗണ്ട് തരംഗങ്ങളെ അബ്സോർബ് ചെയ്യുന്നതാണ്. അത് കുട്ടിയുടെ ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് വളരെ സഹായമാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വിഷ്ണു സഹസ്രനാമക്ക് ഇത്തിരി ഒരു സംഗീതാത്മകമായി അല്ലെങ്കിൽ ഒരു താളത്തിൽ ചൊല്ലുകയാണെങ്കിൽ എന്ത് മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ പറയുന്നത്? ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? ഇവിടെ ആർക്കാ ഇതൊക്കെ ഉപദേശിക്കുന്നത്? ഞാനല്ല പറയുന്നത്, സാക്ഷാൽ ഭീഷ്മാചാര്യൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? യുധിഷ്ഠിരന്. യസ്യ സ്മരണമാത്രേണ ജന്മസംസാര ബന്ധനാൽ വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നോക്കൂ, ഈ നാമജപം നമുക്കത് വളരെയധികം പ്രചരിപ്പിക്കേണ്ട കാലമാണ്. കാരണം ഇന്ന് കുട്ടികൾക്ക് ആ നാമജപം എന്നതില്ല. അത് നിങ്ങൾ വഴിതെറ്റിച്ചു മക്കളെയൊക്കെ. പൂജാമുറിയിൽ പോയി തൊഴുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഇത് രണ്ടും നമ്മൾ ഇനി മാറ്റി നിർത്തണം. ഈ തൊഴുതുപോകലും പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്. അതിന് പകരം ജപവും ധ്യാനവും. ആ രൂപത്തെ ഒന്ന് എവിടെ കാണണം? ഉള്ളിൽ കണ്ടുകൊണ്ട്. എന്നിട്ട് നാം ജപിക്കാൻ കുട്ടികളോട് പറഞ്ഞു നോക്കൂ. അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കുമ്പോൾ മനസ്സ് ഈ ജപസംസ്കാരത്തിലേക്ക് പോകുമ്പോൾ അതുണ്ടാക്കുന്നൊരു എനർജി, ഉള്ളിലുണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ, ഇത് നമ്മുടെ ഉള്ളിലുള്ള ദുർബല ചിന്തകളെ ഓവർകം ചെയ്യാനുള്ള ഒരു മെന്റൽ പവർ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തും. നമുക്ക് ഒന്നിനെ ഓവർകം ചെയ്യണമെങ്കിൽ വേറൊരു പവർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. വേണോ? ഒരു കാല് ചളിക്കുണ്ടിൽ വീണ് കഴിഞ്ഞാൽ മറ്റേ കാലും ചളിക്കുണ്ടിൽ വീണ് പോയാൽ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റില്ല. ഒരു കാലാണ് ചളിക്കുണ്ടിൽ വീണതെങ്കിൽ മറ്റേ കാലം ഉറച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ ഊന്നൽ കൊടുത്ത് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ ഇത്തരം മന്ത്രങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് നമുക്ക് തിരിക്കാൻ സാധിക്കുമ്പോൾ, ശ്രദ്ധിക്കുക നിങ്ങൾ, ശ്രദ്ധയെ പലതിലേക്കും തിരിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് നമ്മൾ. പഠിക്കുന്ന കുട്ടിക്ക് ഇപ്പം അതിൽ തന്നെയല്ല ശ്രദ്ധ നിൽക്കുക, പലതിലേക്ക് ശ്രദ്ധ പോകും. ഇതുപോലെ നാമത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്കുള്ള ശ്രദ്ധയുടെ തീവ്രത കുറയ്ക്കാൻ പറ്റും. വാസ്തവത്തിൽ ജീവിതം ഇരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിലാണ്. ഗീതയിലെ 17-ാം അധ്യായത്തില് 3-ാം ശ്ലോകത്തിൽ പറയും, യോ യസ് ശ്രദ്ധ സ ഏവ. ഒരു വാക്കുകൂടി ചേർത്താൽ യോ യസ് ശ്രദ്ധ സ ഏവ ജീവിതം. എന്തിൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം. ചിലരെന്നും
ദുഃഖത്തിലും വിഷമത്തിലിരിക്കുന്നു, അതിലേക്കാണ് ശ്രദ്ധ വെച്ചത്. ചിലർ വളരെ കുശി സന്തോഷത്തിലിരിക്കുന്നു, അവരെ ശ്രദ്ധ ഓരോ കാര്യത്തിൽ അവർ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാണ്. അതുകൊണ്ട് അവരെ ഒന്നും ഒരു അലട്ടുന്നില്ല, വളരെ എൻഗേജ്ഡാണ്, മെന്റലി ഒക്യുപ്പൈഡാണ്. അതുകൊണ്ട് അവരെ പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയെ എങ്ങോട്ട് വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ, അതിനെ എൻഗേജ് ചെയ്യാൻ ഫ്രീഡം ഉണ്ടോ നമുക്ക്? ഉറക്കെ പറയൂ, മനുഷ്യന്റെ ബോധമണ്ഡലത്തിൽ ആ ഫ്രീഡം ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരാൾ ദുഃഖിയാണെങ്കിൽ എന്നും ദുഃഖത്തിലിരിക്കാനാണോ അയാൾ വിധിച്ചിരിക്കുന്നത്? അയാൾക്ക് അയാളുടെ ശ്രദ്ധയെ മാറ്റാനുള്ള കഴിവുണ്ട്. ഈ ശ്രദ്ധയെ മാറ്റി അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ, അവരുടെ ബോധത്തെ അവർക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ, അതിനെ വിഷ്ണു സഹസ്രനാമം സഹായകമാവുമെങ്കിൽ ഇതെല്ലാം ജപിക്കേണ്ടതുണ്ടോ? ഇത് ജപിക്കേണ്ടതുണ്ടോ? പറയൂ. അപ്പൊ അതിനാണ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഭീഷ്മര് യുധിഷ്ഠിരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലണം. എന്തിനാണ്? യസ്യ സ്മരണമാത്രേണ ജന്മസംസാര ബന്ധനാൽ വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണ. വിഷ്ണു സഹസ്രനാമത്തിന്റെ അവസാന ശ്ലോകം തന്നെ എടുത്തു നോക്കൂ നിങ്ങൾ. സർവപ്രഹരണായ, എല്ലാം പ്രഹരിക്കുക. എന്തിനാ പ്രഹരിക്കേണ്ടത്? നമ്മളെ അലട്ടുന്ന വിഷമങ്ങളെയും ദുഃഖങ്ങളെയും കഷ്ടപ്പാടിനെയും പ്രഹരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ അതിൽ നിന്നും ഉയർത്തിയെടുക്കാൻ സാധിക്കുന്ന ഈ മഹത്തായൊരു നാമം യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, യുധിഷ്ഠിര, അതുകൊണ്ട് ജീവിതം പാഴിലാക്കരുത്. പൂർണ്ണതയിലെത്തുന്നത് വരെ യാത്ര ചെയ്യണം. ഇരുന്ന് ദുഃഖിച്ച് കരയാനുള്ളതല്ല ജീവിതം, തീർത്ഥയാത്രയാണ്. മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് വിഷ്ണു സഹസ്രനാമം കൊണ്ട് നേടിയെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ മനസ്സിനെ വളരെ മാറ്റിയെടുക്കും. നോക്കണം, ഒരു വലിയ കുഴിയിൽ നിന്നുമാണ് യുധിഷ്ഠിരന്റെ മനസ്സിനെ ഉയർത്തിയെടുക്കുന്നത്. അതിനുശേഷം ഭീഷ്മ പിതാമഹൻ കൃഷ്ണനെ സ്തുതിക്കുന്ന സ്തുതിയാണ് ഭാഗവതത്തിലെ 9-ാം അധ്യായത്തിലെ അതിമനോഹരമായ ഭീഷ്മസ്തുതി. ഭീഷ്മര് ഒരു വശത്ത് കൗരവപക്ഷത്ത് നിൽക്കുമ്പോഴും വേറൊരു ഭാഗത്ത് അതീവ ഭക്തനായിരുന്നു. നമ്മളൊക്കെ ഇവരും കഥ പറയുന്ന കൂട്ടത്തിലാണ് ഭീഷ്മരെ കുറിച്ചും ഭീഷ്മരെ വീഴ്ത്തിയതിനെ കുറിച്ചും ധർമാധർമ്മങ്ങളെക്കുറിച്ചും. പക്ഷെ അവരൊക്കെ അതിൽ നിന്നും അപ്പുറത്ത് കടന്ന് അവരൊക്കെ ഭക്തിയിൽ ആറാടിയ മഹാന്മാരാണ്. ഈ ഭക്തിയെക്കുറിച്ച് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് വലിയ ഭക്തനായിട്ടും ദുരിതം അനുഭവിച്ചു. നമ്മൾ കാണുന്ന ഭക്തി ആയിരുന്നില്ല അവരുടെ ഭക്തി. നമ്മളേതൊക്കെ ഏറ്റവും ലോ ഗ്രേഡ് ഭക്തിയാണ് ഉള്ളത്, തുറന്നു പറയുക. എന്ന് വെച്ചാൽ തൊഴുതു പോവുക, പ്രാർത്ഥിക്കുക. ഈ ഭക്തിയൊക്കെ ഭാഗവതത്തിൽ പറയുന്ന പ്രാകൃത ഭക്തി എന്നാണ്. എന്താണ് പ്രാകൃത ഭക്തി? ഇനിയുണ്ട് ഭക്തിയുടെ അടുത്ത സ്റ്റേജുകൾ. മധ്യമ ഭക്തി, ഉത്തമ ഭക്തി. നിങ്ങൾ ഏകാദശ സ്കന്ധം വായിക്കുമ്പോഴാണ് അവിടെ ഭക്തിയുടെ പല ഗ്രേഡുകൾ നമ്മൾ കാണുക. അർച്ചായാമേവ ഹരേ ശ്രദ്ധാമ്യ, എന്താണ് ശ്രദ്ധാമ്യ പൂജയഹരേ. അങ്ങനെയൊക്കെയുള്ള ഒരു ഭക്ത, ഒരു വിഗ്രഹത്തിൽ ഊന്നിക്കൊണ്ട് മാത്രം ഭക്തി കൊണ്ട് നടക്കുന്നവരെ വിളിക്കുന്ന പേരാണ് സഭക്ത പ്രാകൃത സ്മൃത. അവരേതാണ്? ഒരു പ്രാകൃത ഭക്തിയാണ്, വളരെ പ്രിലിമിനറി സ്റ്റേജിൽ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പൊ ഇനിയും ഭക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകാനുണ്ട്. അതൊന്നും നമുക്കറിയാതെ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്ത്, അതിനെ പറയാം ചർവിത ചർവണം എന്ന് പറയും. എന്ന് വെച്ചാൽ പശുക്കൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കഴിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിച്ച്. 80 വയസ്സിലും ഈ തൊഴിൽ തന്നെയാണ് പ്രസ്ഥാനമെങ്കിൽ നിങ്ങൾ ഭക്തരല്ല, നിങ്ങൾ വഴി തെറ്റിച്ചവരാണ്. 80-90 വയസ്സായി കഴിഞ്ഞാൽ ധ്യാനത്തിലേക്കും ജപത്തിലേക്കും ഒക്കെ ഉയർന്നുയർന്ന് അവനവന്റെ ഉള്ളിലും സർവ്വചരാചരങ്ങളിലും ഈശ്വരനെ കാണാൻ, ചരാചരങ്ങൾ വിടും, അറ്റ്ലീസ്റ്റ് സ്വന്തം ഹൃദയത്തിൽ ഈശ്വരനെ കാണാൻ അറിയാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര കാലം എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ആ തരത്തിൽ വളരുന്നില്ല പലരും. എല്ലാവരും അവരവരുടെ ലോകത്തിൽ നിന്നുകൊണ്ട് സർവജ്ഞരായിട്ട് ജീവിക്കുകയാണ്, എല്ലാം അറിയാമെന്നുള്ള രീതി. പക്ഷേ ലോക പൊട്ടനാണെന്നുള്ളത് നമുക്കും അറിയാം, നമ്മുടെ ഉള്ളിലുള്ള ബോധത്തിന് നല്ലോണം അറിയാം. ഒരുപക്ഷെ ലോകത്തിന് നിങ്ങൾ സർവജ്ഞരാണെന്നൊക്കെ നിങ്ങൾ കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു ചുക്കും അറിഞ്ഞുകൂടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ എന്നിട്ട് സർവജ്ഞനെ പോലെ അഭിനയിച്ച് ജീവിക്കുക എത്ര കാലം? ഒരു കാലം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കും, കുറച്ച് കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കാമായിരുന്നു, കുറച്ചു കാര്യം നേരത്തെ തന്നെ നമ്മൾ ചെയ്യാമായിരുന്നു. അതെപ്പോഴാ വരിക അറിയോ? ഒറ്റപ്പെടും ആളുകൾ. ഒറ്റപ്പെടുമ്പോഴാണ് എല്ലാം പോയി, ശൂന്യത, അന്ധകാരം ഇതൊക്കെ വരിക. അപ്പോൾ മനസ്സ് വളരെ ദുർബലമാകുമ്പോഴാണ് മനസ്സിലാവുക, അയ്യോ അന്ന് ഇതിനൊക്കെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ദുർബലത, ഈ ഒറ്റപ്പെടലൊന്നും ഉണ്ടാവില്ല. കാരണം മനസ്സിനെ പിടിച്ചാൽ കിട്ടില്ല അന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ചില വീട്ടിൽ പശുക്കളെ വളർത്തിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? പശുക്കളെ വളർത്തിയിട്ടുള്ളവർ. അപ്പൊ അങ്ങനെ പശുക്കളെ വളർത്തുമ്പോൾ പറമ്പിലൊക്കെ കൊണ്ട് കെട്ടുന്ന സമയത്ത് ചില സമയത്ത് പശുവിന് ഭ്രാന്ത് പിടിക്കും. അപ്പൊ ഭ്രാന്ത് പിടിച്ച് അത് ഓടുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന്റെ പിന്നാലെ ഓടാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള വല്ല തെങ്ങോ വല്ല മരം ഉണ്ടെങ്കിൽ കയർ അതിന് ചുറ്റും ചുറ്റി അതിനെ മുറുകെ പിടിക്കാൻ നോക്കും. ഉണ്ടോ? അറ്റ്ലീസ്റ്റ് പശുവിന്റെ കാര്യത്തിൽ ചുറ്റാൻ ഒരു കാര്യവും ചുറ്റാനില്ല. ഒരു വയലായിരുന്നു സ്ഥലമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചുറ്റാൻ ഒരു കുന്തവുമില്ല അവിടെ. അത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വയലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ PT ഉഷ ഓടിയതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് ഓടാം. പശു ഓടിക്കുന്ന അവസ്ഥ നിങ്ങൾ വലിയ ഓടില്ലേ, നിങ്ങൾ കയറ് വിട്ടിട്ടുണ്ടാവും.
പശുവിടെ പോയിക്കോട്ടെ വിചാരിക്കും. ആണോ? അതാ അടുത്തുള്ളവരുടെയൊക്കെ കൃഷി നശിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ ഇത്തിരി പോവും. കാരണം വെച്ചാൽ അവരെ രീതിയും കൂടി കേൾക്കേണ്ടതിനും. അപ്പൊ എന്തു പറഞ്ഞ പോലെ ഇവിടെ ദുരിതങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അതിൽ നിന്നും മനസ്സിനെ പിടിച്ച് കൊണ്ടുവരൽ അത്ര എളുപ്പമല്ല. അന്ന് ഇതൊക്കെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ഗാന്ധാരിയെ പോലെ എല്ലാം കഴിഞ്ഞ് കണ്ണു തുറന്നിട്ട് എന്ത് കാര്യം? മക്കളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടാണ് കണ്ണു തുറക്കുന്നത്. എന്നിട്ട് കൃഷ്ണനോട് പറയാണ്, ഒരാളെപ്പോലും നീ എനിക്ക് തന്നില്ലല്ലോ, എനിക്കൊരു മകനെപ്പോലും കാണാൻ എനിക്ക് ഭാഗ്യം നീ തന്നില്ലല്ലോ, എല്ലാവരെയും നീ കൊണ്ടുപോയില്ലേ, നീ ഒരുത്തനല്ലേ ഇതിന് കാരണം. കൃഷ്ണനെ ശപിക്കുന്ന ഗാന്ധാരിയെ നമുക്ക് കാണാം. പക്ഷേ കൃഷ്ണൻ ഗാന്ധാരിയോട് പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ കണ്ണു തുറന്നു നോക്കാൻ സാധിക്കാത്ത നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് കണ്ണു തുറന്നിട്ട് എന്ത് കാര്യം? ആ മക്കളെ മുഴുവൻ നിങ്ങൾ വഴിതെറ്റിച്ചു. ഇതുപോലെയാണെന്ന് ഒരുപാട് അച്ഛനമ്മമാരും ഗാന്ധാരിയുടെ ജന്മം എടുത്തിരിക്കുക. ഗാന്ധാരിയുടെ കുറേ ആൾക്കാരാണ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ കുറേ എണ്ണമൊക്കെ ഗാന്ധാരിയുടെ ഫാമിലിയിൽപ്പെട്ടതാ. നേരത്തെ പുസ്തകം രചിച്ച ആളെക്കുറിച്ച് പറഞ്ഞ പോലെ വീട്ടിലുള്ളവരൊക്കെ എഴുത്തുകാരായിരുന്നു പറഞ്ഞ പോലെ വീട്ടിലൊക്കെ ഗാന്ധാരിമാരുടെ വീടാണ്. അപ്പം കണ്ണു തുറക്കുന്നത് എന്തെങ്കിലും ദുരിതങ്ങൾ വന്നതിന് ശേഷമാണ്. ചിലർക്ക് ദുരിതം വന്നിട്ടും കണ്ണു തുറക്കുന്നില്ല. പൂന്താനം അതാ എഴുതി വെച്ചത്, കണ്ടതൊന്നോമേ സത്യമല്ലെന്നിതോ മുമ്പേ കണ്ടിട്ടറിയുന്നീതോ ചില. അടുത്ത വരി എന്താ അറിയോ? കണ്ടാലും കൊണ്ടാലും തിരിയാ ചിലർക്കേതുമേ. ചിലർക്ക് കണ്ടിട്ടും കാര്യമില്ല, കൊണ്ടാലും പഠിക്കാത്ത കുറെ എണ്ണം ആ വർഗത്തിൽപ്പെട്ടവരാണ് ഒട്ടുമുക്കാലും മലയാളികൾ. അതുകൊണ്ടാണ് ഒക്കെ ആത്മഹത്യയും ദുരിതങ്ങളും ദുഃഖങ്ങളും പേറി നടക്കുന്നത്, രോഗങ്ങളും പേറി നടക്കുന്നത്. ഇതിനൊരു മാറ്റം വരുത്തണ്ടേ? വേണോ വേണ്ടയോ? അപ്പൊ അതിനാണ് ഭീഷ്മാചാര്യനെ പോലുള്ള ആചാര്യന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് അദ്ദേഹത്തിന്റെ ലൗകികമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ കൃഷ്ണനെ മനസ്സിൽ ആരാധിച്ചുകൊണ്ട് കൃഷ്ണഭക്തിയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം സ്വയം അദ്ദേഹം തന്നെയാണ് അത് രൂപപ്പെടുത്തിയത്. അത് എവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുന്നില്ല. വേദവ്യാസ ഋഷി ആണ് അതിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ പറഞ്ഞാലും അത് വേദവ്യാസ മഹർഷി രചിച്ചതാണെന്നൊന്നുമില്ല. അങ്ങനെ ഒരു വിഷ്ണു സഹസ്രനാമം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അതിൽ ജീവിച്ച മഹാനാണ് ആര്? ഭീഷ്മപിതാമഹൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്തുതി, മനോഹരമായ സ്തുതിയുണ്ട് ഭാഗവതത്തിൽ പ്രഥമസ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ. നമുക്ക് ആ ഭീഷ്മസ്തുതി ഒന്ന് നോക്കാം. ഭീഷ്മസ്തുതി 9-ാം അധ്യായത്തിൽ. ഇതൊക്കെ ഒന്ന് കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് വായിപ്പിക്കുന്നത്, നിങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഒരു വളരെ രസകരമായ സ്തുതിയാണ്. 32-ാം ശ്ലോകം. ഇതി മതിരുകൽപ്പിതാവിതൃഷ്ണാം ഭഗവതി സത്വത പുങ്കവേ വിപുംനി സ്വസുഖമുപഗതേ കുതിൽ വികർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവപ്രവാഹ ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരംബരം ദദാനേ വപുരളകുലാവൃതനാബ്ജം വിജയസഖേരതിരസ്തുമേനവദ്യാം രുതിതുരകരജോ വിധുംരവിശ്വ കജലുളിതശ്രമവാരിലങ്കൃതസ്യേ മമ നിശിതശരേ വിവിദ്യമാനം തോജി വിലജത്കവദേസ്തു കൃഷ്ണ ആത്മാ സപതി സഖിവജോ നിശമ്യ മധ്യേ നിജപരയോ ബലയോരതം നിവേശ്യ സിതവതി പരസൈനികായുരക്ഷ്ണാം കൃതവതി പാർത്ഥസഖേ വ്യതിർമമാസ്തു വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനപദാൽ വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതി മഹരാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേസ്തു സ്വനികമവഹായ മത്പ്രതിജ്ഞാം ഋതമതിമവ കർത്തുമവപ്ലുതോപ്യതസ്ത രഥചരണാഭ്യയാ സദ്ഗുർ ഹരിരിവഹന്തുമിവം ഗതോത്തരീയ ശതവിശിക ഹതോ വിശീർണദംശ ശതജ പരിപ്ലുതാദായിനോ മേ പ്രസവമഭിസാരമത്പദാർത്ഥം സഭവതു മേ ഭഗവൻ ഗതിർമുകുന്ദ തുടങ്ങിയ വരികളാണ്. ഇവിടെ ഭഗവാനിലുള്ള ആ പ്രേമം, ഭഗവാന്റെ ഒരു അനസ്യൂതമായ തന്നോട് കാണിക്കുന്ന ഒരു വാത്സല്യം പറയണം. എത്രയൊക്കെ വാത്സല്യം കാണിക്കാൻ എന്താ കൃഷ്ണ ഞാൻ യോഗ്യനായിട്ടുള്ളത്? നോക്കണേ, കൃഷ്ണന്റെ പ്രായവും ഭീഷ്മാചാര്യ പ്രായവും ഇവിടെ കിടക്കുന്നു. കൃഷ്ണനെ തൻ്റെ ഒരു ഗുരുവായി ആരാധ്യനായി ഹൃദയത്തിൽ അങ്ങനെ കൊണ്ടു നടക്കുകയാണ്. എന്നെ ഇങ്ങനെ എന്തെല്ലാം കാര്യത്തിനാണ് അങ്ങ് വിനിയോഗിച്ചിരിക്കുന്നത് പറയണം. അപ്പോൾ ഒരു അനുഭവം പറയണം. ഭീഷ്മര് കൗരവന്മാരോട് പറഞ്ഞു, കൗരവര് ദുര്യോധനൻ പറഞ്ഞു, കഴിക്കുന്ന ചോറിന് നന്ദി കാണിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇവിടെയാണ് താമസമെങ്കിലും പണ്ട് കാലത്തെ വീടുകളിലൊക്കെ ഈ പട്ടിയെ വളർത്തുന്നതല്ല, എവിടെന്നെങ്കിലും വന്നത് അവിടെ വീട്ടിൽ വന്ന് കൂടും. അപ്പം മിക്കവാറും കിടപ്പൊരു വീട്ടിലും അതിൻ്റെ ആഹാരമൊക്കെ
പഴയ കാലത്തൊക്കെ അങ്ങനെ പട്ടികളുണ്ടായപ്പോഴുണ്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ അനുഭവമുള്ളവരുണ്ടോ? അങ്ങനെ എത്ര പേരുണ്ട് ഇവിടെ? കാണിക്കും. പഴയ കഥകളാണ് അതൊക്കെ. ഒരു വീട്ടിലായിരിക്കും അതിന്റെ കിടപ്പ് മുഴുവൻ. അവിടെ അതിന് വലിയ കംഫർട്ടായിരിക്കും. പക്ഷെ ഭക്ഷണം തേടാൻ അത് ആ നാട്ടിലുള്ള ഒരുവിധം വീടുകളുമായിട്ടൊക്കെ ബന്ധമുണ്ടാക്കും. ഇല്ലേ? അങ്ങനെയുള്ള പണ്ട് നായ്ക്കളുണ്ടായിരുന്നു. ഇതുപോലെ ഭീഷ്മരെ ആ തരത്തിൽ കണക്കാക്കിക്കൊണ്ട് പറയണം, നന്ദിയില്ലാത്ത, കൂറില്ലാത്ത ആ വർഗത്തിൽപ്പെട്ടതെന്നാണ് പറയുന്നത്. അതായത് കിടപ്പൊരിടത്തും കഴിപ്പ് വേറൊരിടത്തും എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂറ് മുഴുവൻ ആരെ സംബന്ധിച്ചാ പറയുന്നത്? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ കൂറ് മുഴുവൻ പാണ്ഡവരോടാണ്. എന്നിട്ട് ഞങ്ങളുടെ കൂടെ നിന്നിട്ടെല്ലാം അനുഭവിക്കുകയും ചെയ്യാം. ഇത് ശരിയല്ല, ഇത് നന്ദികേടാണ്. ഇപ്പൊ പ്രതിജ്ഞ ചെയ്യണം, പാണ്ഡവരെ ഞാൻ കൊല്ലുമെന്ന്. ഭീഷ്മർക്കൊരു പ്രത്യേകത ഉണ്ട്. ഭീഷ്മ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വാക്കൊരിക്കലും പാലിക്കില്ല. ഇപ്പൊ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മളെ പ്രതിജ്ഞയും ഭീഷ്മരുടെ പ്രതിജ്ഞയും തമ്മിൽ നമ്മളെപ്പോഴാ മാറ്റിയിട്ടില്ലേന്ന് ചോദിച്ചാൽ മതി. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരെ കണ്ട് നല്ലോണം പഠിക്കണം. ഇപ്പം പറഞ്ഞ് നാക്കെടുത്ത് പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത്. ഇല്ലേ? ഓരോ രാഷ്ട്രീയക്കാരും പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ അവർക്ക് തന്നെ അവരിൽ വിശ്വാസം ഇല്ലാതിരിക്കുകയാണ്. ഇപ്പൊ അവരിത്തിരി ഭാഗവതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് മെയ് മാസത്തിലൊരു സപ്താഹമുണ്ട്. അതൊരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ ഒരു സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ അതിൽ പങ്കെടുക്കണമെന്നാണ് പറഞ്ഞത് സംഘാടകര്. അപ്പൊ കാലം പോയൊരു പോക്ക് നോക്കും നിങ്ങൾ. അങ്ങനെയാണ് ലോകത്തിന്റെ ഒരു അവസ്ഥ. പറയട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇവിടെ ഭീഷ്മൻ ഒരു പ്രതിജ്ഞ ചെയ്താൽ പിന്നെ ഒരിക്കലും അവർ മാറില്ല. ഞാൻ പാണ്ഡവരെ കൊല്ലും എന്ന് പ്രതിജ്ഞ ചെയ്തു. അന്ന് പാണ്ഡവരും കൃഷ്ണനൊക്കെ പുറത്തു പോയ സമയം, ഒരു സന്ധ്യയ്ക്കാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പൊ പാഞ്ചാലി വളരെ ദുഃഖിതയായിട്ട് കണ്ണൊക്കെ അങ്ങനെ കരഞ്ഞ് മുഖമൊക്കെ വീർത്ത് ഭഗവാൻ പാഞ്ചാലി വിളിക്കുക കൃഷ്ണ എന്നാണ്. ഹേയ്, എന്താ കൃഷ്ണ ഇങ്ങനെ ഇത്ര സന്ധ്യാസമയത്ത് സ്ത്രീകൾ ഒരിക്കലും കരയുന്നത് ഒരു ശുഭലക്ഷണമല്ല വീടിന്. ഇങ്ങനെ കരയരുത് ദേവി. എന്താ ദേവി കാണിക്കുന്നത്? എന്താ ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഇരുന്ന് ദുഃഖിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞാൻ വിധവയാവാൻ പോകുന്നു. എന്നെ വിധവയാക്കണല്ലേ എല്ലാവരും. ആ കേട്ട് കൃഷ്ണൻ ഒരു നിമിഷം നിന്ന്, എന്താ പറഞ്ഞത് കൃഷ്ണ? ഞാൻ വിധവയാവും അല്ലേ കൃഷ്ണ? കൃഷ്ണൻ അറിയാമായിരിക്കാം. എന്നിട്ട് പറഞ്ഞു, ആര് പറഞ്ഞു? ഭീഷ്മരെ കൊണ്ട് ദുര്യോധനൻ പ്രതിജ്ഞ ചെയ്യിച്ചു. ഭീഷ്മരൊരിക്കലും ആ പ്രതിജ്ഞയിൽ നിന്ന് മാറില്ല. ഭീഷ്മ പ്രതിജ്ഞ ഇന്നുവരെ മാറ്റിയിട്ടില്ല. ഭഗവാൻ പറഞ്ഞു, കൃഷ്ണ ഒരിക്കലും വിധവയാവില്ല. ഇത് കൃഷ്ണനാണ് ഉറപ്പ് തരുന്നത്. അപ്പൊ പറഞ്ഞു, കൃഷ്ണന്റെ ഉറപ്പിനേക്കാൾ വലുതാണ് ഭീഷ്മരുടെ ഉറപ്പ്, അതുകൊണ്ട് അത് മാറില്ല. പറഞ്ഞു, ദേവിക്ക് സംശയമുണ്ടോ? ദേവിക്ക് എന്നിൽ ഉറപ്പില്ലേ? വരും എൻ്റെ കൂടെ. ദേവിയും കൂട്ടി ഭീഷ്മരെ കാണാൻ പോയി ആ സന്ധ്യയ്ക്ക് ഭഗവാൻ. ആ സമയത്ത് ഭീഷ്മര് തൻ്റെ ചെയറിലിരുന്ന് സന്ധ്യാവനത്തിൽ ഇങ്ങനെ ധ്യാനനിരതനായിട്ട് മുഴുകിയിരിക്കുകയാണ്. ആ കഥ പറയുന്നത്, ആ ഹാളിലേക്ക് കടക്കുമ്പോൾ പാഞ്ചാലിയുടെ കാലിൽ പാദുകങ്ങൾ ചെരുപ്പുണ്ടായിരുന്നു. അത് കൃഷ്ണൻ വാങ്ങിച്ചിട്ട്, ആലോചിച്ച് നോക്കണം, സാക്ഷാൽ കൃഷ്ണൻ പാഞ്ചാലിയുടെ ആ ചെരുപ്പെല്ലാം പാദമൊക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ശബ്ദമുണ്ടാക്കാതെ പോയി ആ പാദങ്ങളിൽ വീണ് നമിച്ചുകൊള്ളാൻ. പാഞ്ചാലി ചെന്ന് ആ പാദങ്ങളിൽ അങ്ങോട്ട് വീണതും കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് അങ്ങനെ കണ്ണുനീര്. കാരണം തൻ്റെ ഭർത്താക്കന്മാരെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്ത കുരുവംശത്തിൻ്റെ ഭഗീരഥനെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് ഞാൻ എന്ത് പറയണം? കണ്ണ് തുറന്നാൽ അദ്ദേഹം ചോദിച്ചാൽ എന്ത് പറയണം? ഒരു പിടിയില്ല. ഒന്നും പറയേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ഒരു സ്ത്രീ തൻ്റെ തല തൻ്റെ പാദത്തിൽ വെച്ച് കരയുന്നത് കണ്ട അദ്ദേഹം കൈകൾ ഉയർത്തിക്കൊണ്ട് തലയിൽ അങ്ങോട്ട് കൈവച്ച് പറഞ്ഞു, ദീർഘ സുമംഗലി ബാബ. എട്ടിൽ പൊട്ടുക എന്ന് പറയില്ലേ, ശാപം അതോടുകൂടി പൊട്ടി. ഇത് കേട്ടപ്പോൾ പാഞ്ചാലി വല്ലാതെ പൊട്ടിക്കരഞ്ഞു എന്നാണ്. അപ്പൊ ഭീഷ്മർ ഓർക്കുകയാണ്, ഇങ്ങനെ ദീർഘകാലം ഭർത്താവിൻ്റെ കൂടെ സുമംഗലിയിട്ടിരിക്കട്ടെ എന്ന് കേട്ടാൽ ആരെങ്കിലും പൊട്ടിക്കരയോ? അങ്ങനെ കരയുന്നെങ്കിൽ ആ ഭർത്താവ് അത്ര ഇതിനും വലിയൊരു പാര വേറെ വെക്കണ്ടായിരുന്നു എന്ന്. ആ ഒട്ടും ശരിയല്ലാത്ത ഒരു ഭർത്താവിൻ്റെ കൂടെ 100 ജന്മം നിങ്ങൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദുരിതം തന്നെയാണത്. എന്താ അങ്ങനെ പാഞ്ചാലി കരയുന്നത്? അപ്പോഴാണ് ഭീഷ്മർക്കും മനസ്സിലായി, ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്ന പാഞ്ചാലി കരയുന്നത് ഭീഷ്മരുടെ പ്രതിജ്ഞ ഞാൻ കാരണം ലംഘിക്കപ്പെട്ടില്ലേ എന്നാണ്. ഇന്ന് വരെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഭീഷ്മരുടെ പ്രതിജ്ഞ ലംഘിക്കാൻ ഞാൻ എൻ്റെ സ്വാർത്ഥം ഉപയോഗിച്ചില്ലേ. അപ്പൊ പാഞ്ചാലിയോട് വലിയ സ്നേഹം തോന്നുകയാണ് ഭീഷ്മർക്ക്. കാരണം തൻ്റെ ഭർത്താക്കന്മാർക്കാരെക്കാൾ വലുതായിരുന്നു ആ ഭീഷ്മരുടെ. അത്ര റെസ്പെക്റ്റ് ആയിരുന്നു ഭീഷ്മരോട്. ഇതൊക്കെ ആലോചിച്ച് നോക്കുക, കാലഘട്ടം, ആ ഭീഷ്മരോടുള്ള അവരുടെ ബഹുമാനം. ഭീഷ്മർക്ക് മനസ്സിലായി, ഇത്രയൊക്കെ പാഞ്ചാലിക്ക് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. ഇതിൻ്റെ പിന്നിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ഒരാൾ ഇതിന് ട്യൂഷൻ കൊടുത്തിട്ടുണ്ടാവും. ആരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചെരുപ്പം പിടിച്ചിട്ട് ആശാ നിൽക്കുകയാണ് നമ്മുടെ കൃഷ്ണൻകുട്ടി സാർ. അങ്ങനെ പുറകിൽ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. കണ്ടപ്പോൾ തന്നെ ഭീഷ്മരെ, കൃഷ്ണ എന്തായി കാണിക്കുന്നത്?
അവിടെ വെച്ച് മറ്റൊരു പ്രതിജ്ഞ ചെയ്യാണ്. എങ്കിൽ കൃഷ്ണ, നീ ചെയ്ത പ്രതിജ്ഞ ഞാനും ലംഘിപ്പിക്കും. സ്വന്തം ജ്യേഷ്ഠനായ ബലരാമസ്വാമി കൃഷ്ണന് പിതാവിനെ പോലെയാണ്. വസുദേവരേക്കാൾ കൃഷ്ണൻ ഏറെ ബഹുമാനിച്ചതും ബലരാമസ്വാമിയാണ്. അവരത്രയും ഒരു അച്ഛൻ മകൻ സ്നേഹമായിരുന്നു. വാസ്തവത്തിൽ സഹോദരനായിരുന്നില്ല. ബന്ധം കൊണ്ട് നോക്കുമ്പോൾ ജനനം കൊണ്ട് സഹോദരനാണെങ്കിലും അത്ര റെസ്പെക്റ്റ് ആയിരുന്നു ആർക്ക് കൊടുത്തിരുന്നത്? ബലരാമന്. എന്തും ബലരാമസ്വാമിയോട് ചോദിച്ചിട്ടേ കൃഷ്ണൻ ചെയ്യുന്നു. ബലരാമസ്വാമി ഒരു കാര്യം പറഞ്ഞാൽ കൃഷ്ണൻ അത് അനുസരിച്ചിരിക്കും. പറഞ്ഞു, കൃഷ്ണ, ഇത് നമ്മുടെ ബന്ധുക്കൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ്, നമ്മളതിൽ പങ്കെടുക്കാൻ പാടില്ല, നീ ഒരിക്കലും ആയുധമെടുക്കരുത്, സത്യം ചെയ്യണമെന്ന്. അങ്ങനെ ജ്യേഷ്ഠന്റെ മുന്നിൽ സത്യം ചെയ്തു, ഞാൻ ഈ മഹാഭാരത യുദ്ധത്തിൽ ഒരായുധവും എടുക്കില്ല. ഭീഷ്മരിത കൃഷ്ണനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്നെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിച്ചിരിക്കുന്നു. അങ്ങനെ യുദ്ധക്കളത്തിൽ ഒരു സന്ദർഭത്തിൽ ആയുധങ്ങളെ കൊണ്ട് അർജുനനെ പൊതിഞ്ഞ് അർജുനനൊട്ടും മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ താഴെ വീണ് കിടക്കുന്ന രഥചക്രം എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേരെ വലിച്ചെറിയുന്ന ആ രംഗം കണ്ടിട്ട് പറയാണ്, എന്നാലും അങ്ങ് എന്നോട് ഈ കാരുണ്യം കാണിച്ചല്ലേ കൃഷ്ണ, ഇതിൽ പരം ഒരു ഭാഗ്യം എനിക്കെന്ത് വേണം? ഇങ്ങനെ കൃഷ്ണന്റെ ഓരോ ലീലകളും ഓരോ അനുഭവങ്ങളാണ്. ഭീഷ്മരനുഭവിച്ച അനുഭവങ്ങളെ ഓരോന്നോരോന്ന് അയവിറക്കിക്കൊണ്ട് പറയാണ്, അങ്ങനെ എന്നോട് കാരുണ്യം കാണിച്ച കൃഷ്ണ, അങ്ങ് എനിക്ക് മറക്കാൻ പറ്റൂ, ആ കാരുണ്യത്തിന് മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനം ഭീഷ്മ പിതാമഹൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? കൃഷ്ണയേവം ഭഗവതി മനോവക്തൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസുഭാരമത്. അവസാനം ശരീരം ഉപേക്ഷിക്കേണ്ട സമയം. ഈ ശരീരം ഉപേക്ഷിക്കുക എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, നാളെ കാബിലയോപാഖ്യാനത്തിൽ നമ്മൾ കാണും. അത് പഠിക്കണം നമ്മളെ. കാരണം ഇപ്പം ഹിന്ദു മരിക്കാൻ വേണ്ടി കാശ് കൊടുത്ത് മരിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾ നോക്കൂ, പണ്ട് കാലത്ത് ആശുപത്രി കിടന്നാണോ മരിച്ചത്, വീട്ടിലിരുന്നാണോ കിടന്നിട്ടാണോ മരിച്ചത്? ഞാൻ എൻ്റെ മുത്തശ്ശിയൊക്കെ വീട്ടിൽ കിടന്ന് മരിക്കണം നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം വീട്ടിൽ കിടന്ന് മരിക്കുന്നവർ ഉണ്ടോ? കുറവാണ്. എല്ലാവരും മരിക്കുന്നത് എവിടെയാണ്? ആശുപത്രിയാണ്. അത് മിക്കവാറും ICUവിൽ വെന്റിലേറ്ററിലൊക്കെ കിടന്ന് മരിക്കുന്നവരാണ്. ആണോ? ആണോ അല്ലയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കേണ്ടെന്ന് ആഗ്രഹമുണ്ടോ? അതിന് ചില സീക്രട്ടുകളുണ്ട്. ചില സീക്രട്ടുകളുണ്ട്. നുണ പറയല്ല, ഉള്ള സീക്രട്ടുകളുണ്ട്. കാരണം ഇതൊക്കെ ചില പ്രാണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞിരുന്നത്. നാളെ കാബിലയോപാഖ്യാനത്തിൽ അത് വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒരു പൈസ ആശുപത്രി കൊടുക്കണ്ട. ഒരു ദിവസം വെന്റിലേറ്ററിലും ICUവിലും മിനിമം നമുക്ക് ഒരു 20,000 രൂപ വേണം. വേണ്ട. ഒരു ICUവിലൊക്കെ കിടക്കണേന് 20,000 രൂപ വേണ്ടി വരുമോ? വേണ്ട. 5,000 രൂപയ്ക്കോ? ഒന്ന് പറഞ്ഞു തന്നെ ഹോസ്പിറ്റലിൻ്റെ പേര്. ഞാൻ കേട്ടില്ല 5,000 രൂപയ്ക്ക് ഇത് വാസ്തവത്തിൽ ഇവിടെ ഇരിക്കണോ? 5,000 രൂപയ്ക്ക് ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിട്ടും ICUവിൽ കിടക്കാൻ? ഇന്ന് വരെ പറ്റിയിട്ടില്ല. മനസ്സിലായില്ല. വല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലും പറ്റുമെന്നറിയില്ല. അത് എന്നാ അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് അറിയില്ല. പ്രൈവറ്റിൽ എന്തായാലും പറ്റില്ല. അപ്പം 20,000 രൂപ വെച്ചിട്ട് ഒരു 10 ദിവസം കിടന്നാൽ എത്രയും പിന്നെ അതിൻ്റെ കൂടെ മരുന്നും ഒക്കെ കൂടിയിട്ട് എന്തായാലും കുറച്ച് മരുന്നും ചിലവാക്കുമല്ലോ. ഒരു 40,000-40,000 രൂപ ചിലവാക്കി ഒരു 10 ദിവസം കിടന്നാൽ എത്രയും? ഒരു 3-4 ലക്ഷം രൂപ ചാവാൻ വേണ്ടി വേണം. വേണോ? വേണ്ട. നാളെ നമ്മൾ ആ ടെക്നിക്ക് പഠിക്കും. ആ 4 ലക്ഷം എന്നെ ഏൽപ്പിക്കണേ. നിങ്ങളുടെ 4 ലക്ഷം രൂപയാണ് സേവ് ചെയ്ത് തരുന്നത്. അല്ല, എനിക്ക് തരണ്ട. അയ്യോ, ഇനിയിപ്പോൾ അതും പറഞ്ഞിട്ട് നാളെ വരാതിരിക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞാണ്. നിങ്ങളുടെ ഒരു 4 ലക്ഷം നമുക്ക് വേണ്ട. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരിതവും ഇല്ലാതെ മരിക്കണം. വേണ്ടേ? അനായാസേന മരണം എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ പോരാ. അപ്പം മരിക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് എങ്ങനെ ജീവിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും മരണം. ഭീഷ്മര് ആ ഭക്തി കൊണ്ട് നടന്ന് അവസാനം മരിക്കുമ്പോൾ ഭാഗവതം പറയുന്ന ആത്മനി ആത്മാനമാവേശ്യ സ്വന്തശ്വാസം ഉപാരമത്. തൻ്റെ മനസ്സിനെ തൻ്റെ അന്തരാത്മാവിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ പറയും, മൂർധനി ആദായ പ്രാണം. മൂർധാവിൽ പ്രാണനെ നിർത്തിക്കൊണ്ട് ഓം ഇതി വ്യാഹരന്മാം അനുസ്മരൻ. ആ ഓങ്കാരത്തെ സ്മരിച്ചുകൊണ്ട് ആരാണോ ശരീരത്തെ വിടുന്നത് അവർക്കിനി ഒരിക്കലും ഒരു തിരിച്ചുവരവിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു ദിവ്യ മരണം ആർക്ക്? ഭീഷ്മാചാര്യർക്ക്. ഒരു വലിയൊരു എല്ലാവർക്കും ഒരു ഭക്തി ബഹുമാനം തോന്നിയതാണ്. ഭഗവാന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ധീരനായിട്ട് ശരീരം ഉപേക്ഷിക്കുന്ന ഭീഷ്മർ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, കൃഷ്ണനും ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഓർത്തത് ആരെയാണ്? പിതാമഹം വീക്ഷ്യ. ഭഗവാൻ ആ പിതാമഹനെ ഓർത്തുകൊണ്ട് അദ്ദേഹവും എപ്രകാരമാണ് ശരീരം ഉപേക്ഷിച്ചത്, അതുപോലെ ഭഗവാൻ ശരീരത്തെ കത്തിച്ചാമ്പലാക്കി കളഞ്ഞു. ഈ തരത്തിലൊക്കെ ജീവിതത്തെ ധന്യമാക്കി കടന്നുപോയ ഒരു മഹാ വ്യക്തിത്വമാണ്, അത്ഭുതമാണ് ആര്? ഭീഷ്മര്. ആ ഭീഷ്മരെയൊക്കെ കണ്ടപ്പോഴാണ് യുധിഷ്ഠിരനൊക്കെ മനസ്സിലായത്,
ജീവിതം ഇങ്ങനെയൊക്കെ ധന്യമാക്കാനുണ്ട്. അതോടുകൂടി കഴിഞ്ഞു പോയതിനൊക്കെ വിട്ടു. ഇനി നേടാനുള്ളതെന്ത്? അത് നേടിയെടുക്കുക. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് അയവിറക്കിയതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. നേടാനുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധം മനസ്സിൽ ഉറപ്പിച്ചാൽ കഴിഞ്ഞു പോയതിൽ മനസ്സൊരിക്കലും തൂങ്ങി നിൽക്കില്ല. എനിക്കിനിയും മുന്നോട്ട് പോകാനുണ്ട്, എനിക്കിനിയും മുന്നോട്ട് പോകാനുണ്ട്. അതിൽ എഴുതി വെച്ചത് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. അങ്ങനെയല്ലേ? വലിയൊരു കാട്ടിലകപ്പെട്ടേനാകും വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി. ഈ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് അർത്ഥെടുത്ത് നോക്കൂ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു അർത്ഥെടുത്ത് നോക്കൂ. വലിയൊരു കാട്ടിൽ എന്ന് പറഞ്ഞാൽ പല ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും വിഷമങ്ങളുടെയും കഷ്ടങ്ങളുടെയും കാട്ടിൽ പെട്ടുപോകുമ്പോൾ, കാട്ടിൽ പെട്ടുപോയാൽ വഴി അറിയില്ലെങ്കിൽ അവിടെ കിടന്ന് നട്ടം തിരിയന്നെ. വേറെ എന്ത് ചെയ്യാനാണ്? കാട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലേ? ചില സമയത്ത് ഇവിടുത്തെ ശബരിമലയ്ക്ക് ആളുകൾ പോകുമ്പം അബദ്ധവശാല കോട്ടയം ഭാഗത്ത് വല്ല റബ്ബർ എസ്റ്റേറ്റിൽ പെട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കറങ്ങേണ്ടി വരും. കാരണം പുറത്തേക്ക് ഒരു എക്സിറ്റ് കാണാൻ വയ്യാതെ ഇങ്ങനെ കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന റബ്ബർ എസ്റ്റേറ്റിലൊക്കെ പെട്ടുപോകും ചിലപ്പോൾ. ഇപ്പോഴത് കുറവാണ്. പണ്ട് വഴികളൊന്നും ഇത്ര ധാരാളം ഇല്ലാത്തൊരു കാലത്ത് ഹൈവേ ഒക്കെ വളരെ ചെറിയ റോഡായതുകൊണ്ട് അത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാനിട വരും. തൃശ്ശൂർ തന്നെ പല ആളുകൾ പണ്ട് കാലത്ത്, ഇപ്പോഴില്ല, പണ്ട് കാലത്തൊക്കെ റൗണ്ടിൽ പെട്ട് കഴിഞ്ഞാൽ റൗണ്ടിൽ കടന്ന് കറങ്ങും, എന്ന് പുറത്ത് കിടക്കാൻ വഴി അറിയാതെ എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിന്റെ ചില ദുഃഖങ്ങളും ദുരിതങ്ങളിലും പുറത്ത് കടക്കാൻ പറ്റാതെ അതിൽ തന്നെ കടന്ന് പഴയ ഗ്രാം റെക്കോർഡർ ഉണ്ടല്ലോ, ഫോൺ, ഗ്രാം ഫോൺ എന്ന് പറയുന്ന സാധനം, പഴയ ഗ്രാം റെക്കോർഡർ, പണ്ടത്തെ പ്ലേറ്റ്, വലിയ പ്ലേറ്റ്, ഇപ്പോഴത്തെ CD ഒക്കെ മുത്തശ്ശൻ, വലിയ പ്ലേറ്റ്, അതായിരുന്നല്ലേ പഴയകാലത്തൊക്കെ പാട്ട് ആണോ? സൂചി വെച്ചിട്ട് അതിലെവിടെങ്കിലും ഒരു വര വീണാൽ എന്താ സംഭവിക്കാറിയോ? അതിലെവിടെങ്കിലും ഒരു വര വീണാൽ അത് പാടിയത് തന്നെ പാടി അതിനപ്പുറത്തേക്ക് അത് കടക്കാൻ പറ്റാതെ വരുന്നത് പോലെ ജീവിതത്തിൽ ചില വിഷമങ്ങളോ പ്രയാസങ്ങളോ മനസ്സിൽ തട്ടിയാൽ അത് പുറത്തു കടക്കാൻ പറ്റാതെ വരുമ്പോൾ അതാണ് വലിയൊരു കാട്ടിൽ അകപ്പെട്ടേനകം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ. അതിനാണ് ഇതൊരു സത്സംഗങ്ങൾ, അതിനാണ് നമുക്ക് സത്സംഗം. വഴിയിൽ നേർവഴി, അതായത് ഇനിയും നേടാനുള്ളതിനെ, മുന്നോട്ട് പോകാനുള്ള വഴി കാണുക. അപ്പൊ നമുക്ക് ഈ കാടിനെ മറികടക്കാൻ സാധിക്കും. വേണോ? വേണ്ട. അതിനാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും തങ്ങി നിൽക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു യാത്ര ഇവിടെ ഭീഷ്മരുടെ ജീവിതം ധന്യമാക്കി. അതിനുശേഷം പിന്നീട് ഭഗവാൻ ദ്വാരകയിൽ പോകുന്നു. പിന്നീട് ചില കഥകളൊക്കെ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ യാത്രയ്ക്ക് ശേഷം വിതുരൻ തിരിച്ചു വരുന്നതും വിതുരൻ ധൃതരാഷ്ട്രനെ ബോധവൽക്കരിക്കുന്നതും അവർ പിന്നെ കാട്ടിലേക്ക് പോകുന്നൊക്കെ രംഗങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന നേരെ സമയത്തിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ട് ചില പാർട്ടൊക്കെ ഞാനിങ്ങനെ ഷോർട്ട് അടിച്ചിട്ട് പോവുകയാണ്. ഇവിടെ പരീക്ഷത്ത് മഹാരാജാവിൻ്റെ കഥയിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹം രാജ്യഭരണം അദ്ദേഹത്തിനെ ഏൽപ്പിച്ച് പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിന് പോയി. പാണ്ഡവന്മാർ പോയ മഹാപ്രസ്ഥാനമാണ് പിൽക്കാലത്ത് ചതുർധാം എന്നൊക്കെ അറിയപ്പെട്ടത്. അങ്ങനെ അവർ ഈ മഹാപ്രസ്ഥാനത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഓരോരുത്തരും വീണ് ശരീരം ഉപേക്ഷിക്കുന്നത്. അതിൽ ആ ദ്രൗപദിയുടെയൊക്കെ ശരീരം ഉപേക്ഷിക്കുന്ന ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദ്രൗപദി ദേവി ശരീരം, അതായത് ആരാണ്? പാഞ്ചാലി. ഇവിടെ ആരാണ്? പാഞ്ചാലി ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് പറയാണ്, ആരെയും വിളിക്കാതെ, ഒരു സഹായത്തിന് വിളിക്കാതെ കൃഷ്ണനെ തന്നെ സ്മരിച്ചുകൊണ്ട് മനസ്സുറപ്പിച്ചുകൊണ്ട് അവിടെ ശരീരം വീഴുകയാണ്. അപ്പൊ തൻ്റെ ശരീരം വലിയ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ഒരിക്കലും മറ്റുള്ളവരെ അയ്യോ ഒരു സഹായം എന്ന് വിളിക്കാൻ മനസ്സിനെ അനുവദിച്ചില്ല. എന്ന് വെച്ചാൽ അത്രയും കൃഷ്ണനിലൊരു ഭക്തി, അവരുടെയൊക്കെ ഭക്തി നമ്മളെപ്പോലെ ബാഹ്യമായൊരു ഭക്തി ആയിരുന്നില്ല, ഒരു സഹായത്തിന് വിളിക്കുന്ന ഭക്തി ആയിരുന്നില്ല. അവരുടെ ഭക്തി ആ നാമത്തിൽ അത്രയും അലിഞ്ഞു ചേർന്ന് മുഴുകിച്ചേർന്ന് അവരതിൻ്റെ ഒരു മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഭാഗമായപ്പോൾ അതല്ലാതെ വേറൊന്നും അവരുടെ ഉള്ളിൽ നിന്നും പുറത്തു വരാത്ത ഒരു അവസ്ഥ, അങ്ങനെ ഒരു ഭക്തിയായിരുന്നു പാഞ്ചാലിയുടെയൊക്കെ. അതിനുശേഷം പിന്നെ പാണ്ഡവരൊക്കെ മഹാപ്രസ്ഥാനം ചെയ്തു. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവ് രാജ്യം ഭരിക്കുകയാണ്. അദ്ദേഹം രാജ്യം ഭരിക്കുമ്പോൾ ഒരിക്കലും ഒരു കാഴ്ച കാണാണ്. എന്താണ് ആ കാഴ്ച? ഒരിക്കൽ അദ്ദേഹം ഒരു കാളയും പശുവും, അതിൽ കാളയുടെ 3 കാലുകൾ തളർന്നിരിക്കുന്നു, അടുത്ത് പശുവുണ്ട്. എന്താണ് ഈ സംഭവം എന്ന് അന്വേഷിക്കുമ്പോഴാണ് കലിയുടെ പ്രഭാവം കൊണ്ട് കാളയുടെ 3 കാലുകൾ തളർന്ന് ഒരു കാലിലാണ്. അപ്പൊ ഇതൊക്കെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആരാണിവിടെ കാള? കാള ധർമ്മത്തിന്റെ പ്രതിരൂപമാണ്. ധർമ്മോ വൃഷരൂപതൃക്കതാണ്. അപ്പൊ പരമശിവൻ കാളപ്പുറത്ത് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, എവിടെയാണോ ധർമ്മം അവിടെയാണ് ശിവനുള്ളത്. അപ്പൊ ധർമ്മമാണ് കാളയുടെ രൂപം. കാളയ്ക്ക് 4 കാലുകൾ. കാള കരുത്തിന്റെ, കാള വലിയ കരുത്തിൻ്റെയാണ്. കാള അടുത്ത ഒരു ജനറേഷനെ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള പിതൃത്വത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മൃഗമാണ് ആര്? കാള. ഇവിടെ ആ കാളയുടെ ആ ശക്തി, ഹോഴ്സ് പവർ,
ഇത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ധർമ്മത്തിന്റെ ശക്തിയാണ്. അപ്പൊ ധർമ്മത്തിനും ഇതുപോലെ 4 കാലുകളുണ്ട്. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ 17-ാം അധ്യായത്തിൽ 24-ാം ശ്ലോകത്തിൽ 4 കാലുകളെ കുറിച്ച് പറയാണ്. എന്താണ് ധർമ്മം? നമ്മളെ ഹിന്ദു സമൂഹം ധർമ്മത്തെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കും. പ്രാസംഗികരൊക്കെ പറയും സനാതന ധർമ്മം, ഹിന്ദുധർമ്മം. പക്ഷെ എന്താണ് ഈ ധർമ്മം എന്നാൽ? ധർമ്മം എന്ന ശബ്ദത്തിനൊരർത്ഥം ഇവിടെ പറഞ്ഞു തരികയാണ്. തപ, ശൗചം, ദയാ, സത്യം ഇത് പാദാകൃതി എന്നാണ്. 4 കാര്യങ്ങളാണ് ധർമ്മം എന്ന് പറയാണ്. ഏതൊക്കെയാണ്? ആദ്യം തന്നെ തപസ്, ശൗചം, ദയാ, സത്യം. ഏതൊക്കെയാണ്? തപസ്സാണ് ഒന്നാമത്തെ കാര്യം. ധർമ്മത്തിന്റെ ആദ്യത്തെ പാദം എന്ന് പറയുന്നത് തപസ്സാണ്. എന്താണ് ഈ തപസ് എന്ന് പറഞ്ഞാൽ? ജീവിതത്തിലെ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവുമാണ് തപസ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ എണീറ്റ് നിവർന്നിരിക്കുക, അതൊരു തപസ്സാണ്. അപ്പൊ തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ നമ്മൾ പ്രതിരോധിക്കാൻ ശരീരത്തെ പോലും പരിശീലിപ്പിക്കുകയാണ് ആ നിവർന്നിരിക്കല്. ഇതുപോലെ രണ്ടാമത്തതാണ് പ്രണവം, അതുപോലെ മന്ത്രങ്ങൾ ഒക്കെ സ്വരിച്ച് ജപിച്ച് ശീലിക്കല്. അപ്പൊ അങ്ങനെ ചില അനുഷ്ഠാനങ്ങൾ വെറുതെ മനസ്സുകൊണ്ട് ജപിച്ചാൽ പോരാ. നേരത്തെ ഞാൻ പറഞ്ഞത് ഓങ്കാരമൊക്കെ നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും വരണമായ ശബ്ദം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ശീലിച്ചെടുക്കണം നിവർന്നിരിക്കാനായിട്ട്. കാരണം നമ്മുടെ ഇരിപ്പ് തന്നെ നമ്മുടെ ശരീരത്തിന് ആയുസ്സും ആരോഗ്യം വർദ്ധിപ്പിക്കും. നമ്മൾ ഈ ചാരിയിരിക്കുമ്പോഴല്ലോ കൂടുതൽ നിങ്ങൾ വിചാരിക്കും ഒരു കംഫർട്ടബിൾ ഇരിപ്പാണ്, ശരിയാണത്. പക്ഷെ നമ്മൾ കൂടുതൽ ചാരിയിരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ ക്രമേണ ലോവർ ലെവലിലേക്ക് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നിവർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ നിങ്ങളുടെ തലച്ചോറിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തലച്ചോറുള്ള പ്രാണൻ താഴെ, നമ്മുടെ ഏറ്റവും താഴെയുള്ള അപാനൻ നമ്മളെ താഴോട്ട് വലിക്കുന്നു, പ്രാണൻ നമ്മളെ മുകളിലേക്ക് ഉണർത്തുന്നു. അപ്പൊ ഇത് എബോവ് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് പ്രവർത്തിക്കുന്നതാണ് ഇത് പ്രാണശക്തി എന്ന് പറയുന്നത്. ഗ്രാവിറ്റിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇത് അപാനൻ. അപ്പൊ ഭൂമിയുടെ ഗ്രാവിറ്റി ഇതൊക്കെയാണ് നമ്മളെ ഇങ്ങോട്ട് താഴോട്ട് വലിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുന്നത്. കാരണം ഭയങ്കര ഗ്രാവിറ്റി ഫോഴ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിവർന്നിരുന്ന് ശീലിക്കുമ്പോൾ നിങ്ങളുടെ പ്രാണബലം കൂടുമ്പോൾ അത് മെമ്മറി, അതുപോലെ ബ്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വെയിൻസിനെയും നമ്മൾ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ന് കുറേ ആളുകൾ പ്രായമായാൽ ഉറക്ക പ്രശ്നങ്ങൾ, ഇൻസോമിയ, അതുപോലെ തന്നെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന രോഗങ്ങൾ, പിന്നെ പലതരത്തിലുള്ള ബ്രെയിനുമായി ബന്ധപ്പെട്ടുള്ള പാർക്കിൻസൺ, പലർക്കും പ്രശ്നങ്ങൾ വരുന്നു. ചിലവർക്കാണെങ്കിൽ സ്ട്രോക്ക് അടിക്കുന്നു, ചിലർക്ക് പലതരത്തിൽ അൽഷീമേഴ്സ് തുടങ്ങിയുള്ള മെമ്മറി പ്രശ്നങ്ങൾ പോകുന്നു. ഇങ്ങനെ പല രോഗങ്ങളും നമ്മൾ കാണുമ്പോൾ ഇതൊന്നും ദൈവം കൊടുക്കുന്നതല്ല. ഏത് രോഗവും വരുന്നത് നമ്മുടെ ജീവിത രീതികളിൽ ഉണ്ടാകുന്ന ചില തെറ്റായ കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതിൻ്റെ ഒരു റിപ്പർക്കഷനാണ്, അതിൻ്റെ സൈഡ് എഫക്റ്റുകളാണ് രോഗങ്ങളൊക്കെ. അല്ല ദൈവം ആർക്കും ഒരു രോഗം തരുന്നതല്ല, ആണോ? ഇത് നമ്മൾ തന്നെ ശരിക്കും മനസ്സിലാക്കേണ്ടതായിരുന്നു. നമ്മൾ പ്രായമാകും തോറും നമ്മുടെ ബ്രെയിനിന് പവർ കൂടണം. അപ്പോൾ നമ്മൾ ഇരിപ്പൊക്കെ നിവർന്നിരുന്ന് ഇതുപോലെ ഓങ്കാര മന്ത്രമൊക്കെ ഡെയിലി നിങ്ങൾ ജപിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ പ്രാണശക്തി ഉണർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയുന്നില്ലേ, നമുക്ക് തന്നെ ഫീൽ ചെയ്ത്. അപ്പം നിരന്തരമായ പരിശീലനം കൊണ്ട് നമ്മുടെ പവറിനെ നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. നോക്കൂ, ശരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ. പ്രായമാകും തോറും ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ, ഒരു കുട്ടിയുടെ ശരീരത്തെക്കാൾ ഊർജ്ജ സമ്പത്ത് കൂടുകയാണോ കുറയാണോ വേണ്ടത്? പ്രായമാകും തോറും ഒരാളുടെ ശരീരത്തിൽ, ഇപ്പോൾ കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കലോറി ഫുഡുകളും മറ്റും കൂടുതൽ ഒരാളുടെ ശരീരത്തിലുണ്ട്. അക്യുമുലേറ്റഡ് ആണ് ഫാറ്റ് കണ്ടമാനം, അല്ലേ? അപ്പൊ അയാളുടെ ഊർജ്ജം കൂടുകയാണോ കുറയാണോ വേണ്ടത്? പറയൂ ഉറക്കെ. കൂടുകയാണ് വേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന എന്താണ്? പ്രായമാകും തോറും ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ, കോൺസെൻട്രേഷൻ പവർ, അതുപോലെ തന്നെ ഒരാളുടെ ശരീരത്തിലുള്ള അയാളുടെ ഒരു ശക്തി, ഇതെല്ലാം കുറഞ്ഞു വരികയാണ്. അപ്പൊ എവിടെയോ ചില നമ്മളിലെ ന്യൂറോ സിസ്റ്റങ്ങൾ, നമ്മുടെ വെയിൻ സിസ്റ്റങ്ങൾ വീക്കായിട്ടുണ്ട്, ഉണ്ടോ? അപ്പൊ അതിനെ പവർഫുൾ ആക്കാൻ നമ്മുടെ ഇരിപ്പ് കൊണ്ടും മന്ത്രം കൊണ്ടും സാധിക്കുമെങ്കിൽ അതൊരു നല്ല ചികിത്സയല്ലേ? എന്താ ഒന്നും വേണ്ടാത്ത നിങ്ങൾ. അതുകൊണ്ട് പരിശീലിച്ചെടുക്കണം നമ്മൾ. ഇവിടെ അങ്ങനെ ഒരു ജീവിതചര്യ, അതിന്റെ പേരാണ് തപസ് എന്ന് പറഞ്ഞത്. അല്ല, തപസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിലുണ്ടല്ലോ പല കാര്യങ്ങളും മുതിർന്നവരാണ് നമ്മൾ പരിശീലിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. കൃഷ്ണൻ തന്നെ നോക്കൂ, നേരത്തെ ഇവിടെ പ്രഭാഷണത്തിൽ രാവിലെ പറയണ്ടായി, രാവിലെ തന്നെ ബ്രാഹ്മേ മുഹൂർത്തവുത്തായ, എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്യാറിയോ? നട്ടല് നിവർന്നിരുന്ന് കയ്യും കാലൊക്കെ കഴുകി ഭഗവാൻ നേരത്തെ പറഞ്ഞില്ലേ, ദദ്യോ പ്രസന്നകരണം ആത്മാനം തമസപ്പര. ഭഗവാൻ ഇരുന്ന് ജപവും ധ്യാനവും ഒക്കെ പരിശീലിച്ചിരുന്നു എന്ന്. ആരുടെ കാര്യമാണ് പറയണത്? കൃഷ്ണന്റെ ജീവിത ചരിത്രം പറയുമ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഭഗവാൻ രാവിലെ എണീറ്റ് കയ്യും കാലും കഴുകി ജപവും ധ്യാനവും ഒക്കെ പരിശീലിച്ചിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. അത് തന്നെയാണ് തപസ്.
അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും ഇല്ല. നോക്കും ഇനിയിപ്പോൾ ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് കാണാം, ഒരുവിധം കുട്ടികളൊക്കെ 8 മണി വരെ കിടന്നുറങ്ങി രാത്രി 11 മണി വരെ ഇരുന്ന് തോണ്ടി 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 പകലായ പിന്നെ വല്ല കുഴി മാന്താൻ പോയി, എന്നിട്ടൊക്കെ അല്പന്മാരായി ചത്തൊടുങ്ങി. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഫുഡ് അലർജി വന്ന് അത് വന്ന് ഈ തരത്തിലൊക്കെ കുറേ പുറത്തുള്ള ഭക്ഷണവും ഇതൊക്കെയാണ് നമ്മൾ കുട്ടികളുടെ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അച്ഛനമ്മമാർ വളർത്തിയിരിക്കുന്നത്. നിങ്ങൾ മുസ്ലിം കുട്ടികളെ നോക്കുക, 6 മണിയായാലും അത് മദ്രസയിൽ പോയി അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചൊല്ലിപ്പഠിച്ച് അവൻ നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിച്ച് എന്തൊരു ഐക്യവും ഒത്തൊരുമയുണ്ട് അവരുടെ ഇടയിൽ. കഴിഞ്ഞ ദിവസം പൂരം ഒരു പൂരമാക്കി നിങ്ങൾ കണ്ടില്ലേ? ഇതൊരു മുസ്ലിം സമുദായത്തിൽ സംഭവിക്കില്ല. മുസ്ലിം സമുദായമാണെങ്കിൽ പോലീസ് അടുത്തേക്ക് പോവില്ല. അവര് പോലീസ് ഒരു അക്ഷരം വേണ്ടില്ലേ, എടാ പോടാന്നൊക്കെയാണ് കമ്മീഷണർ വിളിച്ചിരിക്കുന്നത്. എന്തൊരു തോന്നിവാസാണ് അയാൾക്ക് തോന്നിയത് നോക്കൂ. അതെന്തുകൊണ്ടാണ് ഹിന്ദുവിന്റെ നേരെ തോന്നുന്നത്? കാരണം ഹിന്ദുവിന് അങ്ങനെ ഒരു ഐക്യമോ ഒരു കൃത്യതയോ അനുഷ്ഠാനമോ ഇല്ല. ഈ ഗുരുവായൂരിൽ ദേവസ്വത്തിൽ തന്നെ ഗുരുവായൂരപ്പന്റെ അടുത്ത് വരാൻ എത്രയോ ഭാഗ്യം വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അവിടെ എത്ര സ്റ്റാഫിന് ആ സംസ്കാരം ഉണ്ടെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എത്ര പേർക്ക് ആ സംസ്കാരം ഉണ്ടെന്ന് അറിയില്ല. അവരെ സംബന്ധിച്ചൊരു എംപ്ലോയി പൈസ മേടിക്കുക, മാസം മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ മുന്നിലും ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള സമരം ചെയ്യുക, എത്രയൊക്കെയുള്ളൂ. എന്നാലും ആ ഒരു നോക്കൂ നിങ്ങൾ, അങ്ങനെയെങ്കിലും അവനൊരു പുണ്യം കിട്ടുമല്ലോ. ആ ഭാഗം നോക്കുമ്പോൾ അങ്ങനെ ഒരു സുഹൃതം ഉണ്ടാവട്ടെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിധിയെ മാറ്റിമറയ്ക്കാൻ നമ്മുടെ തപസ് കൊണ്ട് നമുക്ക് സാധിക്കും. വിധിയെ മാറ്റിമറയ്ക്കുക. ഏത് വിധി? നമ്മളാൽ ഉണ്ടാകുന്ന വിധികൾ. അല്ലാതെ മരണം എന്ന വിധിയെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ തളർന്നു മരിക്കുക എന്നുള്ളത് വിധിച്ചതല്ല. തളർന്നു മരിക്കണം എന്നുള്ളത് ആര് വിധിച്ചതാണ്? നമ്മുടെ ശൈലി കൊണ്ടുണ്ടാക്കിയ. അത്തരം കാര്യങ്ങളെ മറികടക്കാൻ ആർക്ക് പറ്റും? ആർക്ക് പറ്റും? അവനവന് പറ്റും. ജീവിതം ഊർജ്ജമുള്ളതായി. ഗീതയിൽ 10-ാം അധ്യായത്തിൽ അവസാന ശ്ലോകത്തിൽ കൃഷ്ണ പറയുന്നത്, ഏത വിഭൂതിമസ്സത്വം ശ്രീമദൂർജിതമേവച തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവ. ജീവിക്കുകയാണെങ്കിൽ ഊർജ്ജത്തിൽ ജീവിക്കണം. ഊർജ്ജത്തിൽ ജീവിച്ചാലേ ഊർജ്ജത്തിൽ മരിക്കാൻ പറ്റുള്ളൂ. ദുർബലനായി ജീവിച്ചാൽ ദുർബലതയിൽ മരിക്കാം. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാവിലെ 8 മണി വരെ കടന്ന് ഉറങ്ങി രാവിലെ എല്ലാം ഉണരുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളോട് പറയണം, രാവിലെ 5 മണിയാകുമ്പോഴേക്കും ഓരോ മുട്ടും വിരിയുന്നത് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണാൻ പറ്റും. ഓരോ ഇലകളും ഉണരുന്നത് കാണാൻ പറ്റും. ഓരോ പക്ഷിയും കൂവുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഓരോ മൃഗങ്ങളും ശബ്ദിക്കുന്നത് കേൾക്കാൻ പറ്റും. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ആവാസ വ്യവസ്ഥകളും ഓരോ ജീവനുള്ള കോശങ്ങളും വികസിക്കുന്നത് സൂര്യോദയത്തിന് മുമ്പാണെങ്കിൽ മനുഷ്യന്റെ ബ്രെയിൻ സിസ്റ്റവും ഉണരുന്നത് അപ്പോഴാണ്. ആ സമയത്ത് കടന്നുറങ്ങിയാൽ ആ മടി, ആ ആലസ്യം, ആ ലതാർജി ഓരോ ഇന്റേണൽ ഓർഗൻസിനെയും അലസമാക്കി. പിന്നെ എവിടെയാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട പാൻക്രിയാസ് പ്രവർത്തിക്കുക? എവിടെയാണ് ബ്ലഡ് ഉണ്ടാക്കേണ്ട ലിവർ പ്രവർത്തിക്കുക? എവിടെയാണ് കിഡ്നി പ്രവർത്തിക്കുക? എന്നിട്ട് പിന്നെ കൊണ്ടുപോവാണ് ആശുപത്രിയിൽ. ആദ്യം തപസ് വേണം. തപസ്സിൽ നിന്നാണ് ജീവിതം മാറ്റിയെടുക്കേണ്ടത്. അതുകൊണ്ട് ധർമ്മത്തിന്റെ ആദ്യത്തെ പടി അവർക്ക് പറയൂ തപസ്സാണ്. കൃത്യനിഷ്ഠമായൊരു ജീവിതം. ബാക്കി രണ്ടാമത്തത് എന്താ പറയുന്നത്? തപസ്, ശൗചം, ശുചിത്വം വേണം. ശുചിത്വം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ശുചിത്വം ഇല്ലെങ്കിലുള്ള അവസ്ഥ നമുക്കറിയാം. ഒരു 4 ദിവസം വേണ്ട, ഒരു ദിവസം ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ അവസ്ഥ എന്താ? അടുത്ത ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? അത്രയും ദുർഗന്ധാണ് ഈ സാധനത്തിൽ നിന്ന്. ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ അടുത്ത അവസ്ഥ എന്താണ്? അടുത്ത വല്ലവർക്ക് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ അത്രയും ദുർഗന്ധം ഇതിന്റെ ഉള്ളിലും പുറത്തൊക്കെ ഉണ്ടോ? നമ്മളിങ്ങനെ പോളിഷും പെയിന്റൊക്കെ അടിച്ചുകൊണ്ട് നടക്കേണ്ട ആരും അറിയുന്നില്ല എന്ന് മാത്രം അല്ലേ? ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഒരു ശരീരത്തിന് ശുചിത്വം വേണം. ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം, രോഗങ്ങൾ വരും. ഇതുപോലെ മനസ്സിനും ശുചിത്വം വേണം. മനസ്സിന്റെ ശുചിത്വം എന്ന് പറയുന്നതാണ് മനസ്സിനെ നല്ല കാര്യത്തിൽ എപ്പോഴും എൻഗേജ്ഡ് ആക്കുക. അപ്പൊ എൻഗേജ്ഡ് ആവുന്ന മനസ്സിൽ ഒരിക്കലും എ റോളിംഗ് സ്റ്റോൺ നെവർ ഗ്യാദർ മോസസ് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും എൻഗേജ്ഡ് ആവുന്ന മനസ്സിൽ ഒരിക്കലും വേണ്ടാത്ത ദുർബലതകൾ കയറിപ്പിടിക്കില്ല. അപ്പൊ ഒരു മനസ്സിനെ എൻഗേജ് ചെയ്യാനാണ് ചില ഡിസിപ്ലിൻ ഒക്കെ നമുക്ക് വെക്കേണ്ടതുള്ളത്. അപ്പൊ അതിനാണ് നമ്മുടെ പൂർവികന്മാർ നമ്മളോട് രാവിലെ വിഷ്ണു സഹസ്രനാമം, വൈകുന്നേരമായാൽ എന്തെങ്കിലുമൊക്കെ ചില കൃത്യനിഷ്ഠമായ ഒരു അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടക്കുമ്പോൾ ജീവിതത്തിൽ നോക്കൂ, ക്ഷേത്രങ്ങളിൽ പോയി രാവിലെ എണീറ്റു, അതൊക്കെ ഒരു കൃത്യനിഷ്ഠമാകുമ്പോൾ മൈൻഡ് വളരെ എൻഗേജ്ഡ് ആകുമ്പോൾ വേണ്ടാത്തതൊന്നും കയറി മനസ്സിൽ പിടിക്കില്ല. വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ പൊളിറ്റീഷ്യന്മാർ നോക്കൂ, വളരെ എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടു, ജയിലിൽ പോയാലും ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന്. കാരണം അവിടെ അവർ പൊളിറ്റിക്സ് ഉണ്ടാക്കും, അവിടെ അവർ വെറുതെ ഇരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇനിയിപ്പോൾ എവിടെ പോയാലും അവരെ സംബന്ധിച്ച് അവർ ആക്റ്റീവാണ്. അതുകൊണ്ട് അവരെ കാര്യമായിട്ടൊന്നും ബാധിക്കില്ല. നിങ്ങൾ നോക്കുക, അതുകൊണ്ടാണ് പൊളിറ്റീഷ്യന്മാർ ഒരിക്കലും അങ്ങോട്ട് പോകില്ല. എല്ലാം ഇവിടെ തന്നെ നിൽക്കുകയാണ്. പ്രായമായാലും അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ അപ്പോഴും ചാവുമ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ദ്രൻ അങ്ങോട്ട് വിളിക്കാത്തതിന്റെ കാരണം അതായിരിക്കാം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ സീറ്റ് കയറി ഇവര് ഇരിക്കുമോ എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ടാവണം. കാരണം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അവിടെയും വരുമ്പോൾ അങ്ങനെ കാണുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, നഹി കശ്യക്ഷണമഭി അകർമ്മകൃത തിഷ്ഠതി. ഒരു നിമിഷ നേരത്തേക്ക് പോലും വെറുതെ ഇരുന്ന സമയം കളയരുത്. ഒരുപാട് കാര്യങ്ങൾ, അതും നമ്മുടെ സംസ്കൃതിയിൽ എന്താണ് ഇല്ലാത്തത്. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം 4 വർഷം പറ്റിയിരിക്കാം, ഒരു എറണാകുളത്ത് സപ്താഹം നടത്തുമ്പോഴാണ് അവിടെ വളരെ പ്രസിദ്ധയായിട്ട് 96 വയസ്സുള്ള ഒരു അമ്മയെ ആദരിക്കാൻ ഇടവന്നത്. അപ്പൊ 96-ാമത്തെ വയസ്സിൽ അവർ പറയണം, 95-ാമത്തെ വയസ്സിൽ ഇടയ്ക്ക പഠിക്കാൻ തുടങ്ങി. അവർ പഠിക്കാത്ത സംഭവങ്ങളില്ല. എറണാകുളത്ത് ഒരുവിധം എല്ലാവരെയും ഈ
തിരുവാതിരക്കളിയൊക്കെ പഠിപ്പിച്ച അമ്മയാണ്. ആർക്കെങ്കിലും അറിയാലോ? പലരും കേട്ട് കാണും. അവരുടെ പേര് എനിക്ക് തോന്നുന്നു ലക്ഷ്മി മേനോനോ അല്ല, അവരുടെ വളരെ പ്രസിദ്ധിയായിട്ടുള്ള അമ്മയാണ് അവിടെ. അത്രയും എൻഗേജ്ഡായിട്ട് ജീവിതം അവരതുപോലെ തന്നെ മരിക്കുകയും ചെയ്തു. ആ ഒരു രീതിയിലൊക്കെ ജീവിച്ച ആളുകളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളെ പറയുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളും ജീവിതത്തിൽ എപ്പോഴും പഠിച്ചും വായിച്ചും സമയം ഭഗവാൻ തന്നെ പറയും, ഒരു നിമിഷം പോലും വെറുതെ കളയരുത് ജീവിതം. എന്ത് വേണം? ഇതെല്ലാം കേട്ടും പഠിച്ചും വായിച്ചും നാമാനി ഗീതാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിജരേത സംഘ. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകണം. മൂന്നാമത്തതാണ് ദയ. നാലാമത്തെ സത്യം, ദയ കാണിക്കുക. മറ്റുള്ളവരെയും നമ്മൾ കൂടെ കൊണ്ടുവരിക. ആരോടും കലഹിക്കാനോ മത്സരിക്കാനോ അല്ല നമ്മൾ വന്നത്. നല്ലത് വല്ലവതും പങ്കുവയ്ക്കുക. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് നല്ല കാര്യത്തിനൊക്കെ നമ്മൾ പങ്കുവെക്കുമ്പോൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും തലമുറകൾക്കും അത് തിരിച്ചു വരും എന്ന് എപ്പോഴും ഓർക്കുക. നമ്മൾ നല്ലത് ചെയ്താലേ നമുക്കും അത് തിരിച്ചു വരുള്ളൂ. കാരണം കർമ്മങ്ങൾക്കെല്ലാം പ്രതികർമ്മമുണ്ട്. എവരി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ന്യൂട്ടൺ പറയുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അത് തനിക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുക, അതിന്റെ പേരാണ് ദാനം എന്നത്. അവസാനം സത്യം. സത്യം എന്നത് പൂർണ്ണതയിൽ നിന്നും വന്ന് ഭഗവാനിൽ നിന്നും വന്ന് ഭഗവാനിലെത്തേണ്ടവരാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം നിലനിർത്തുന്നത് ഞാനല്ല, ഉള്ളിലേക്ക് പ്രാണവായു കയറുന്നത് ഞാൻ കാരണമല്ല, ഉള്ളിലുള്ള ഈ രക്തമൊക്കെ ഓടി നടക്കുന്നത് ഞാൻ കാരണമല്ല, ഭക്ഷണം ദഹിപ്പിക്കുന്നത് ഞാൻ കാരണമല്ല, ഹാർട്ട് പമ്പ് ചെയ്യുന്നതിന് കാരണം ഞാനല്ല, കിഡ്നി പ്രവർത്തിക്കുന്നതിന് കാരണം ആരല്ല? ഞാനല്ല. അപ്പൊ ഇതിനൊക്കെ ഒരു ശക്തിയായ ഭഗവാൻ ഉള്ളിലുണ്ടെന്നൊരു ബോധം ആർക്ക് വേണം? ആർക്കും വേണ്ടേ? ഹാർട്ട് നിങ്ങളാണോ പ്രവർത്തിപ്പിക്കുന്നത്? കിഡ്നി രണ്ടും ഫിൽറ്റർ ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടാണോ? ആണോ? ഒരു ചെറിയൊരു ട്യൂബ് സ്റ്റക്കായ ഒരു യൂറിൻ ഡ്രോപ്പ് പോലും പുറത്തു പോയില്ല, അറിയാം നിങ്ങൾക്ക്? അവിടെ കിടക്കുക സാധനം. അപ്പൊ അതിന് പോലുള്ള ശക്തി ഇല്ലാത്തവരാണ് എന്ന് നമ്മൾ അറിയണം. തിരിച്ചറിഞ്ഞാൽ ഇതിനെല്ലാം കാരണം ഭഗവാന്റെ കാരുണ്യമാണ്. ഞാനെന്ന പാപമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ആ ഒരു ബോധമൊക്കെ ഉണ്ടെങ്കിൽ നന്നായി. ഇപ്രകാരം ധർമ്മത്തിന്റെ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? തപസ്, ശൗചം, ദയ, സത്യം. പറയൂ. തപസ്, ശൗചം, ദയ, സത്യം. ഈ 4 കാലുകളിലാണ് ആര് നിൽക്കുന്നത്? ഇത് എവിടെയുണ്ടോ അവിടെ എന്തുകൊണ്ട്? ധർമ്മമുണ്ടെന്ന് പറയാം. അപ്പൊ ആ ധർമ്മം ഇവിടെ 3 കാലുകൾ നഷ്ടപ്പെട്ടു. അതായത് തപസ് പോയി, ദയ പോയി, ശുചിത്വം പോയി. അങ്ങനെയാണ് ഈ കാളയുടെ 3 കാലുകൾ തളർന്ന ചിത്രം കാണിച്ചു തരുന്നത്. അപ്പൊ ഈ കാളയുടെ 3 കാലുകൾ തളർന്നത് അന്ധകാലത്തിലോ ഇന്ധകാലത്തിലോ? എപ്പോഴാണത്? ഇവിടെ തന്നെ തളർന്നിരിക്കുക. തപസ്സുള്ളവർ കുറവാണ്, ശുചിത്വമുള്ളവർ കുറവാണ്, ദയ കാണിക്കുന്നവർ. സത്യത്തെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. കാരണം സത്യം എന്നും സത്യമേവ ജയതേ, അതെന്നും സത്യമായി നിലനിൽക്കും. അതുകൊണ്ട് ആ കാല് തളർത്താൻ പറ്റില്ല. സത്യത്തെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും സത്യം സത്യമായി നിലനിൽക്കും. അതുകൊണ്ട് ആ കാലിൽ മാത്രമാണ് കാള നിൽക്കുന്നത്. അപ്പൊ പരീക്ഷിത്ത മഹാരാജാവ് ആ ധർമ്മത്തെ രക്ഷിക്കാനായി ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. പക്ഷേ അദ്ദേഹം കലിയുടെ പിടിയിൽ പെട്ട് പിന്നീട് അദ്ദേഹം ശാപഗ്രസ്തനായി അദ്ദേഹം തപസ്സിനായി പോകുന്നതും അവിടെ വെച്ച് ശ്രീശുഖ ബ്രഹ്മർഷി അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്നതും ഭാഗവതം ഉപദേശിക്കുന്നതുമായ ആ ഭാഗവും പിന്നെ ഭാഗവതത്തിന്റെ ചതുശ്ലോകി ഭാഗവതവും തുടർന്ന് ഇവിടെ എന്താണ് ഭഗവാൻ എങ്ങനെയൊക്കെയാണ് ഈ ഭൂമിയിൽ സൃഷ്ടി